അതുകൊണ്ട് തഖ്ദീമിന്റെ ജംഉ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചു. അതായത് ശേഷമുള്ള നിസ്കാരത്തിന് അതിൻ്റെ നേരെ മുമ്പുള്ളതായ നമസ്കാരത്തിലേക്ക് മുന്തിച്ച് നിസ്കരിക്കുക. അതിനാണ് തഖ്ദീമിന്റെ ജംഉ. മുമ്പുള്ള നിസ്കാരത്തിന് ശേഷമുള്ളതിലേക്ക് പിന്തിക്കുക. ഇതിന് തൗഹീറിന്റെ ജംഉ എന്ന് പറയുന്നു. ജമ്മാക്കി നിസ്കരിക്കുക എന്നുള്ളത് 4 നമസ്കാരത്തിൽ അനുവദനീയമാണ്. ഖസ്റാക്കുക എന്നുള്ളത് 4 റക്അത്തുള്ളതായ നമസ്കാരം 2ആക്കി ചുരുക്കുക. അത് എത്ര നിസ്കാരത്തിലാ? 3 നിസ്കാരത്തിൽ. അതായത് ളുഹർ, അസ്ർ, ഇശ എന്നീ 3 നമസ്കാരം. ഒരു നമസ്കാരം എല്ലാവിധത്തിലും അത് മറ്റൊന്നിലേക്ക് ചേർക്കപ്പെടാൻ പറ്റാത്തതാകുന്നു. ഖസ്റിലേക്കും ചേർക്കുകയില്ല, അതുപോലെ ജമ്മിലേക്കും അതിനെ ചേർക്കുകയില്ല. അതാണ് സുബ്ഹി നമസ്കാരം. അപ്പോ ഇനി മുന്തിച്ച് നമസ്കരിക്കുന്ന 2 മർഹല യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഹലാലായിരിക്കുന്ന യാത്രക്കാരനാവുക, യാത്രയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അതും നിർബന്ധമാകുന്നു. യാത്ര തുടങ്ങണം. അപ്പോൾ നമ്മളെല്ലാവരും യാത്ര പോരാനും പോകാൻ തീരുമാനിച്ചത് കൊണ്ട് നമുക്ക് ഇത് യായിസാകുകയില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഇന്നിപ്പോൾ തന്നെ ഇത് യാത്രക്ക് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ സ്ഥലമാണിത്. എന്നാൽ നമുക്ക് ഇപ്പോൾ ഹാജരായ ഒരു നിസ്കാരം ഒരു ളുഹറാണെങ്കിൽ ആ ളുഹറിലേക്ക് നമുക്ക് അസറിനെ ഇങ്ങോട്ട് മുന്തിക്കാനോ അല്ലെങ്കിൽ അസറിന്റെ വക്കത്തിലേക്ക് അവിടെ പിന്തിക്കാതെ രണ്ടും ജായിസല്ല. കാരണം നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ, യാത്രക്കാരായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യാത്രക്കാരനാവണമെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ളതായ അതിർത്തി വിട്ടുകിടക്കണം. നാം താമസിക്കുന്നവരെ ഏരിയകളുണ്ടാവും, ഒരു അതിർത്തികൾ. ഇപ്പോൾ നാം ഇവിടെയുള്ളത് ഒരു മദീന സായിദാണ് എന്ന് വെച്ചാൽ ഇത് വിട്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ അപ്പുറം താമസിക്കുന്ന റോഡ് അങ്ങോട്ട് കടന്നാൽ റൂറിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ പവർ ഹൗസ് എന്ന് പറയുന്ന ആ സ്ഥലമാണെങ്കിൽ ഈ സ്ഥലം വിട്ടു കിടന്നു ഒരു യാത്രക്കാരൻ എന്ന് പറയാം. അതായത് നീണ്ടൊരു യാത്രയിലേക്കുള്ള തുടക്കം കുറിച്ചു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഖസ്റും ജമ്മും ജായിസല്ല. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കടക്കണം, ആ സിഗ്നലിൽ അങ്ങോട്ട് മറിഞ്ഞ് കടക്കണം. നാം ഓരോരുത്തരും നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ഒരു മഹല്ലത്തിന്റെ അതിർത്തി ഉണ്ടാകും. ഓരോ നാടിനും ഒരു അതിർത്തികൾ ഉണ്ടാകും. ഈ ഇത്ര അതിർത്തി വരേക്കും ഈ മഹല്ലത്തിൽപ്പെട്ട സ്ഥലമാണ്. എന്നാൽ ആ അതിർത്തി അങ്ങോട്ട് വിട്ടു കിടക്കണം. ടൗൺ ഏരിയകളാണെങ്കിൽ ഒരു ടൗണിൽ താമസിക്കുന്ന ആൾ ഏകദേശം അയാളോട് ചുറ്റുഭാഗത്ത് നിൽക്കുന്നതായ കുറച്ച് സ്ഥലങ്ങൾ, വാസസ്ഥലങ്ങൾ അങ്ങോട്ട് വിട്ടു കിടക്കണം. അപ്പോഴേ അയാൾക്ക് എന്തേ ഉള്ളൂ? യാത്രക്കാരൻ എന്ന് പറയുകയുള്ളൂ. ഉദാഹരണം, ഇപ്പോൾ യാത്ര പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുക എന്നുള്ള കാര്യം റമളാൻ ശരീഫിൽ നിർബന്ധമല്ല. റമളാൻ കഴിഞ്ഞതിന്റെ യാത്ര കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് നോമ്പുകളൊക്കെ കളാ കിട്ടണം. അപ്പോ നാളെ സുബഹി നിസ്കരിച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ അതിനൊന്ന് ഒരുങ്ങിയിട്ട് നിയ്യത്ത് വെക്കാതെ നോമ്പുകാരനാവാതിരിക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല. അയാൾ പുറപ്പെടുന്ന സമയം വരേക്കും അയാൾ നോമ്പുകാരനാ, വേറെ പ്രതിബന്ധങ്ങളൊന്നും ഇല്ല എങ്കിൽ അയാൾ നോമ്പുകാരനാ. നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ നാളെ ഞാൻ പോവുകയാണെന്ന് നോമ്പ് വെക്കുന്നില്ല തീരുമാനിക്കാൻ പറ്റുകയില്ല. മുസാഫിറിന്റെ വിധി അവനക്ക് അനുകൂലമല്ല എന്നർത്ഥം. വേറെ തീരുമാനപ്രകാരം നോറ്റാലും വേണ്ടില്ല, നോറ്റില്ലേയും വേണ്ട. മുസാഫിറിൻ്റെതായിരിക്കുന്ന പ്രത്യേകമായ അനുകൂലങ്ങൾ അവനക്ക് അനുവദനീയമാവണമെങ്കിൽ അവൻ യാത്രക്ക് വേണ്ടി പുറപ്പെടണം, അപ്പോഴേ ആവുകയുള്ളൂ. അപ്പോൾ ഏകദേശം 9 മണിക്കായിരുന്നു പുറപ്പെടുന്നെങ്കിൽ 9 മണി വരെയൊക്കെ നിർബന്ധമായി നോമ്പുകാരനാ. ആ 9 മണിക്ക് പുറപ്പെടുമ്പോഴും പറ്റുകയില്ല. അതിർത്തി അങ്ങോട്ട് വിട്ട് കിടന്നാൽ അവനക്ക് എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കാം, ചെറിയ യാത്രയ്ക്ക് നോമ്പ് മുറിക്കാം. ഇത് തന്നെയാണ് നമസ്കാരത്തിന്റെ വിധി. അപ്പൊ നാട്ടിന്റെ അതിർത്തി വിട്ടുകിടക്കുക, ഹലാലായ യാത്രക്കാരനാവുക, 2 മർഹല യാത്ര ചെയ്യുന്നവനാവുക, ഇതൊക്കെ അതിന്റെ ഒരു നിർബന്ധമായ ചടങ്ങിൽപ്പെട്ടതാ. അപ്പോഴേ ഈ ആനുകൂല്യങ്ങൾ അവനക്ക് ശറിയ നിലയ്ക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ യാത്രക്കാരനാണ് ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന യാത്രക്കാരൻ. ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പലതും ചെയ്യാറുണ്ട്, നാളെ പോവുകയാണെന്ന് നോമ്പ് നോക്കണില്ല. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലോഹറും അസറും മഗ്‌രിബ് ഇശാ ഒക്കെ ജമ്മാക്കി നിസ്കരിച്ചുകൊണ്ട് പോവാ, അതൊന്നും പറ്റുകയില്ല. അതൊന്നും നമുക്ക് അനുവദിച്ചതായ കാര്യവുമല്ല. പിന്നെ മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ഇപ്പോൾ ലുഹറിലേക്ക് നാം അസറുകൾ മുന്തിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ലുഹർ നിസ്കരിക്കൽ നിർബന്ധമാണ്. രണ്ടും കസറാക്കിയിട്ടോ ജമ്മാക്കിയിട്ടോ നിസ്കരിക്കുന്നത്, അതായത് രണ്ടും ഒരു സമയത്താണല്ലോ നിസ്കരിക്കുന്നത്, ജമ്മാക്കുക. അപ്പൊ ആദ്യം തന്നെ ലുഹർ നിസ്കരിക്കണം. അതായത് ഏതൊരു വക്കത്തിലേക്കാണ് ശേഷമുള്ളതിനെ എങ്ങോട്ട് മുന്തിക്കുന്നതെങ്കിൽ ആ വക്കത്തിന്റെ നിസ്കാരം ആദ്യം നിർവഹിക്കുക. അപ്പൊ ലുഹറിലേക്ക് അസറിനങ്ങൾ മുന്തിക്കുമ്പോൾ ആ വക്കത്തിലുള്ള നിസ്കാരം ഏതാ? ലുഹറ. അതുകൊണ്ട് ആ ലുഹറിന് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നിസ്കരിക്കുക. ഒരു ഷർത്താ. രണ്ടാമത്തെ ഷർത്ത്, ഈ ലുഹർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വീട്ടുന്നതിന്റെ ഉള്ളിലായിട്ട്
അസറിനെ ഞാൻ മുന്തിച്ച് ജമ്മാക്കുകയാണ് എന്ന് അവന്റെ ഹൃദയത്തിൽ ഉദിക്കണം, നിയ്യത്ത് ചെയ്യണം. സലാം വീട്ടുന്നതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അസറിനെ ളുഹറിന്റെ സമയത്തിലേക്ക് മുന്തിച്ച് ജമ്മാക്കുകയാണ് എന്ന് കരുതണം. സലാം വീട്ടിൽ കരുതിയ കാര്യമില്ല. സലാമക്ക് വീട്ടിയിടായി എത്തടാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്താ ചെയ്യാൻ, ഇനി വീണ്ടും ഒരു ളുഹർ നിസ്കരിച്ചാൽ പറ്റുമോ? അതും പറ്റുകയില്ല, ഒരു നിർവാഹമില്ല. പിന്നെ അസറിന്റെ വക്തിലേക്ക് തന്നെ ബന്ധിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഒന്നാമത്തെ നിബന്ധന ആ വക്തിലുള്ള നിസ്കാരം ആദ്യമായി നിർവഹിക്കുക. രണ്ടാമത്തെ നിബന്ധന സലാം വീട്ടുന്നതിൻ്റെ ഉള്ളിലായി ശേഷമുള്ള നിസ്കാരത്തിനെ കൂടെ മുന്തിക്കുകയാണ് എന്ന് കരുതുക. ഇത് മഗ്‌രിബിന്റെ അവസ്ഥ തന്നെയാണ്. മഗ്‌രിബിന്റെ വക്തിലേക്ക് ഇശ മുന്തിക്കുമ്പോൾ ആദ്യമായി ഏത് നിസ്കരിക്കണം? മഗ്‌രിബ് നിസ്കരിക്കണം. പിന്നെന്ത് ചെയ്യണം? മഗ്‌രിബ് സലാം വീട്ടുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഇശായിനെ ഞാൻ മുന്തിച്ച് നമസ്കരിക്കുകയാണ്, അതായത് മഗ്‌രിബിന്റെ വക്തിലേക്ക് കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുകയാണ് എന്ന് നിയ്യത്ത് വെച്ചോളണം. മനസ്സിലെ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായിക്കൊള്ളണം, സലാം വീട്ടുന്നതിൻ്റെ ഉള്ളിലാവണം. മൂന്നാമത്തെ ഒരു നിബന്ധന, ആദ്യം ഞാൻ പറഞ്ഞ നിബന്ധന പുറമേ പറയുന്ന 3 നിബന്ധനകൾ. മൂന്നാമത്തേതായിരിക്കുന്ന നിബന്ധന, ആദ്യത്തെ നമസ്കാരം സലാം വീട്ടിയ ഉടനെ തന്നെ എന്തുമാവണം? രണ്ടാമത്തെ നമസ്കാരം നിസ്കരിക്കണം. ളുഹർ സലാം വീട്ടിയാൽ സാധാരണ ളുഹറിന്റെ ശേഷമുള്ള ഔറാദുകൾ ദിക്റുകളൊക്കെ ഓതാൻ വേണ്ടി ഇരിക്കരുത്, ദുആക്കൊന്നും ഇരിക്കരുത്. ഉടനെ എന്താവണം? അസർ നിസ്കരിക്കണം. മഗ്‌രിബ് ആണെങ്കിൽ മഗ്‌രിബ് സലാം വീട്ടിയ ഉടനെ ഏത് നിസ്കരിക്കണം? അപ്പൊ 2 നമസ്കാരത്തിന്റെ ഒരു ഫസലില്ലാതിരിക്കുക. ദിക്റുകളെ കൊണ്ടോ ദുആകളെ കൊണ്ടോ ആവശ്യമില്ലാത്ത ഇരുത്തങ്ങളെ കൊണ്ടോ വിട്ടുപിരിക്കാതിരിക്കുക. ആവശ്യമുള്ളത് എന്ന് പറയുന്ന കുറച്ച് സമയങ്ങളുണ്ട്. അത് തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കുക. തയമ്മം ചെയ്തിട്ടാണ് ളുഹർ നിസ്കരിക്കുന്നത്, അത് ഈ മഗ്‌രിബ് നിസ്കരിച്ചത്. എന്നാൽ ഒരു തയമ്മം, ഒരു ഫർള് മാത്രമേ അതുകൊണ്ട് അനുവദനീയമാവുകയുള്ളൂ, നമസ്കാരമാവുന്ന ഫർളുകൾ. അപ്പോ ളുഹർ തയമ്മം ചെയ്ത് നിസ്കരിച്ച വ്യക്തി സലാം വീട്ടിയ ഉടനെ തന്നെ അയാൾക്ക് അസർ നിസ്കരിക്കാൻ പറ്റുകയില്ല. അവൻ എന്ത് ചെയ്യണം? അസറിന് വേണ്ടി അത്ര സമയം ഉപയോഗപ്പെടുത്താം. ആ വേറെ സുന്നത്താകുന്നതുകൊണ്ട് സമയം കഴിക്കാൻ പറ്റുകയില്ല, വിട്ടുപിരിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഈ 3 നിബന്ധന, ഞാൻ ആദ്യം പറഞ്ഞ നിബന്ധനകൾക്ക് പുറമെ ഹലാലായ സഫർകാരനാവുക, യാത്ര താമസിക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തി വിട്ടുകിടക്കുക, 2 മർഹല യാത്ര ചെയ്യുക, പിന്നെ ഒരു യാത്രക്ക് ലക്ഷ്യം കൂടി ഉണ്ടാവണം. ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ എത്തിയായത്തോടത്ത് എത്തി എന്നുള്ളതായിരിക്കുന്ന ഈ പരിഭ്രാന്തനായിട്ടുള്ള പോകുന്ന യാത്രയല്ല, ഒരു ലക്ഷ്യം ഉണ്ടാവുക. ഈ ഫർളുകളൊക്കെ അവിടെ ഉള്ളതിനോട് കൂടെ പ്രധാനമായ 3 നിബന്ധന അത് ഓർമ്മയിൽ ഉണ്ടാവണം. സംഘമായി പോകുന്ന ആളുകൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്നതാണ് ഞങ്ങൾ പഠിച്ചത് എന്നിട്ട് ഓർമ്മ വന്നിട്ട് ആ ഓർമ്മയോടുകൂടെ അമലാട് പൂർത്തിയാക്കണം. ഒറ്റക്ക് പോകുന്ന ആളുകൾ പ്രത്യേകമായി ഇതൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഒറ്റ പോകുന്ന ആളുകളെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കൊല്ലം മുതൽക്ക് ഒറ്റക്ക് പോകുക എന്നുള്ളത് പ്രായോഗികമല്ല, ഒരു നിലക്കും പ്രായോഗികമല്ല. അത് വേറെ പ്രശ്നം. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നിസ്കരിക്കേണ്ട ആളുകൾക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിസ്കരിക്കുക ഇല്ല എന്നുള്ള തീരുമാന പ്രകാരമാണ് നമ്മൾ അധികം നാട്ടിൽ പോലെ. ഇങ്ങനെ പോകാൻ ഒരുങ്ങിയാൽ ഇനി പരിപാടികളൊക്കെ നാട്ടിൽ ചെന്നതിന് ശേഷം എല്ലാം കെട്ടി അടക്കി വെച്ചു. നിസ്കാരം എന്ന് പറഞ്ഞാൽ വകുപ്പ് തന്നെ മാറ്റി വെച്ച് പോകുന്നവരാണ് 99% ആളുകൾ. എത്ര സൗകര്യം ഉണ്ടായാലും ആ പരിപാടി അവർക്കില്ല. അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് കാര്യമായ വിഷയങ്ങൾ, കുടുംബങ്ങളെ കണ്ടു, പിന്നെ കത്ത് കൊടുത്തു, ഡ്രാഫ്റ്റ് മാറി, പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇനി കാര്യമായ പരിപാടികളൊന്നും ഇല്ല എന്ന് നോക്കുമ്പോൾ നേരത്തെ നിസ്കരിച്ചിരുന്ന ഒരാളാണെങ്കിൽ പിന്നെ ആ വിഷയങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഈ നിസ്കരിക്കാതെ ഉപയോഗപ്പെടുത്തിയ സമയത്ത് മുഴുവനും അവൻ അള്ളാഹുവിന്റെയും മലായിക്കത്തുകളുടെയും മൂമിനീങ്ങളുടെയും ശാപത്തിന്റെ ആ പിടിവലയിലാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന് ആ സമയത്തിന്റെ ഉള്ളിൽ മുഴുവനും നേതൃത്വം കൊടുക്കുന്നത് പിശാചാണ്. ഇസ്തഹ്വദ അലൈഹിമു ശൈത്താൻ, ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം നടത്തി സ്ഥാപിച്ചിരിക്കുന്നു. ഉലായിക ഹിസ്ബു ശൈത്താൻ, അവർ ആ സമയം ഒരു ശൈത്താന്റെ പാർട്ടികളാണ്. അലാ ഇന്ന ഹിസ്ബ ശൈത്താൻ, ശൈത്താന്റെ പാർട്ടികളാകുന്നത് ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരെല്ലാം നഷ്ടത്തിലാണ്. പള്ളിയിലുള്ളിൽ ആരും തിരിപ്പിടിക്കാത്തിട്ട് അങ്ങനെ മൊബൈലിനെ കളിക്കരുത്. ആയിക്കോട്ടെ, അതിപ്പോ നിർത്തുന്നില്ല. അപ്പൊ 3 നിബന്ധന. ഒന്ന് പറയേ, അതൊന്നും നിങ്ങൾ പറയണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞവിടെ വെച്ചോളി. ഈ 3 നിബന്ധന പഠിച്ചു വെച്ചാൽ മതി. ഒന്ന്, മുന്തിച്ച് ജമ്മാക്കാൻ വേണ്ടിയുള്ളതായ 3 നിബന്ധന. ഒന്ന്, ആദ്യത്തെ നിസ്കാരം, അതായത് ആ വഖത്തിന്റെ നിസ്കാരം ആദ്യമായിട്ട് എന്ത് ചെയ്യുക, പിന്നെ സലാം വിട്ടുന്നതിന്റെ ഉള്ളിലായിട്ട്
ശേഷമുള്ള നിസ്കാരത്തിനെ ഞാൻ മുന്തിച്ച് നിസ്കരിക്കുക എന്ന് കരുതുക. പിന്നെ ഇത് ഒരു സെക്കൻഡ്, ഒരു പോയിന്റ്. പിന്നെ അതായത് ആദ്യത്തെ നിസ്കാരം സലാം വിട്ടി ഉടനെ തന്നെ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ഈ 3 പോയിന്റ് മനസ്സിലാക്കുക. എന്താ ചോദ്യം ആരാണ്? അതന്നെ ഞാൻ പറയുന്നത്. സലാം വിട്ടുന്നതിന്റെ ഉള്ളിലായിട്ട് നിയ്യത്ത് വെക്കണം. അപ്പോഴല്ലേ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. നിയ്യത്ത് മുതൽക്ക് നിയ്യത്തിന് എല്ലാം കൂടി ഹലാലാക്കി കൊണ്ടുവരാൻ പ്രയാസമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതാ ഞാനത് പറയാതിരിക്കുന്നത്. നിയ്യത്ത് മുതൽക്കേ ആവാം. ളുഹർ എന്ന ഫർദിനെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുമ്പോൾ തന്നെ മുന്തിച്ച് ഞാൻ ജമാക്കാന്ന് കരുതുമ്പോൾ ഒക്കെ കൂടി തശ്വീഷാവണ്ടെന്നല്ലൊക്കെ പറഞ്ഞതാണ്. ചില ആളുകൾക്ക് ഉള്ള നെയ്യത്ത് തന്നെ പറയാ വളരെ പ്രയാസപ്പെട്ട് ഈ വിശ്വാസമുള്ള പറഞ്ഞ തന്നെ അങ്ങോട്ട് ഞാൻ നിസ്കരിക്കുന്നു സൊല്ലി പിറന്നവര് ഇഷ്ടപ്പെടും അല്ലാഹു വെട്ടിപ്പെടുത്തും കുറേ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇതും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ട് അത് വിഷമിക്കണ്ട എന്നൊക്കെ ഞാൻ ഒരു വിശാലമായ നിലക്ക് പറഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. നെയ്യത്ത് മലയാളത്തിൽ തന്നെ മുഴുവനും ഈ സാധാരണക്കാര ആളുകൾക്ക് ശരിയാവുള്ളൂ. മനസ്സിൽ കരുതല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മഹല്ലുഹാൽ കൽബ്. അവിടെ പിന്നെ മലയാളം പറച്ചിൽ അവിടെ വരുന്നില്ല. ഇനി കൽബിൽ കരുതിയതിനൊന്ന് നാവുകൊണ്ട് പറയുക. അതിനാണ് നമ്മൾ പറയുന്നത് ളുഹുർ എന്ന ഫർദിനെ, ഇത് മലയാളമല്ലോ, ളുഹുർ എന്ന് മലയാളം, ളുഹുർ അറബി, ഫർളും അറബി. ളുഹുർ എന്ന ഫർദിനെ അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് പറയുന്നത് അത് മലയാളം. പിന്നെ അല്ലാഹു തആല എന്ന് പറയുന്നതോ അത് അറബി. ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ എന്ന് പറയുന്നു, നിസ്കരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ മലയാളത്തിൽ കൂടി മിസ്സായിട്ടത്. അത് എന്തായി പറയുന്നത്? അതിന്റെ ഉദ്ദേശം ഒരു ളുഹറാവുന്ന ഫർള് എന്നതിന്റെ ഉസല്ലി ഫർള ളുഹരി എന്ന വാക്കിന്റെ അർത്ഥ ഒരു നിയ്യത്തില്, നിസ്കാരത്തിന്റെ ഒരു നിയ്യത്തിൽ 3 കാര്യം നിർബന്ധ. നിയ്യത്തിൽ 3 കാര്യം നിർബന്ധ. ഏതാ 3 കാര്യം? ഞാൻ നിസ്കരിക്കുന്നു, പിന്നെ ഫറലാണെങ്കിൽ ഫറല് നിസ്കരിക്കുകയാണ്, അത് ഇന്ന ഫറലാണ്. ളുഹുറാണെങ്കിൽ ളുഹുർ, അസറാണെങ്കിൽ അസർ, മഗ്രിബാണ്. അപ്പൊ ആ ഫറല് ഇന്നതാണെന്നും ഞാൻ നിസ്കരിക്കുകയാണെന്നും ഫറലാണ് നിസ്കരിക്കണെന്ന് 3 കാര്യം. പിന്നെ സാധാരണയിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേതൊക്കെ? ഖിബിലക്ക് മുന്നിട്ട് ഇമാം ഉണ്ടെങ്കിൽ സുഹത്ത് സഹിയ ഖുദ്വത്ത് സഹിയാവാൻ വേണ്ടിയുള്ള നിബന്ധന പറയാം. ഇമാമിനോട് തുടർച്ച സഹിയാവണമെങ്കിൽ ഇമാമിനോടുകൂടെ കരുതണം. അതല്ല ഇമാമിനെ വിട്ടുവിട്ടുള്ള നെയ്യത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഖളാവുകളുടെ വെളിവാവുക. പിന്നെ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുകയാണ്, പിന്നെ ഇത്ര റക്അത്താണ് നിസ്കരിക്കുന്നത്, പിന്നെ അതുകൊണ്ടാ ഒന്നുമില്ലല്ലോ. ഉണ്ട്. ഇനി ഒന്നുകൂടി കാര്യമായി പറഞ്ഞില്ല. അല്ലാഹു തആലക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. ഉസല്ലി ഫർള ളുഹരി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി 4 റക്അത്തിൻ അദാ ലില്ലാഹി തആല. ഇമാം ഉണ്ടെങ്കിൽ മാൽ ഇമാമി അദാ ലില്ലാഹി തആല. അപ്പൊ എന്തായി? ളുഹർ എന്ന ഫർദിനെ ഖിബലക്ക് മുന്നിട്ട് 4 റക്അത്ത് ഇമാമിനോട് കൂടെ ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. പഠിക്കുന്നു പോകുമ്പോന്നാവില്ല അല്ലേ? സാറല്ല, അത് സാർ നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. നമ്മള് പണി നോക്കാം. അപ്പൊ നെയ്യത്തിന്റെ കാര്യം അങ്ങ് മനസ്സിലായി. അപ്പൊ നെയ്യത്ത് മുതൽക്ക് സലാം വീട്ടുന്നതിന്റെ ഉള്ളിലായി മുന്തിച്ച് ജമാക്കുക. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? മറന്നു പോയാലോ എന്നാ പിന്നത്തെ ചോദ്യം. മറന്നാൽ രക്ഷയില്ലാന്ന്. പിന്നെ മറന്നാൽ എന്ത് ചെയ്യണം? അസറിന്റെ വക്തിൽ തന്നെ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ജമ്മാക്കുക. ഇനി ഖസ്റാക്കുക എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഖസ്റാക്കുക എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യണം? ളുഹുർ എന്ന ഫർളിനെ അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്തായി ചുരുക്കിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഖസ്റാക്കിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി ഫർള ളുഹരി, പിന്നെ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ഖസ്റൻ ലില്ലാഹി തആല. ളുഹുർ എന്ന ഫർളിനെ ഖിബ്ലക്ക് മുന്നിട്ട് 2 റക്അത്ത് ആയിട്ട് ചുരുക്കി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ഇമാം ഉണ്ടെങ്കിൽ മാൽ ഇമാമി അദാ ലില്ലാഹി തആല. ഖസ്റാക്കുക എന്നുള്ള നിയ്യത്ത് ഇടയിൽ കൊണ്ടുവന്നാൽ പറ്റുകയില്ല. അത് തുടക്കത്തിൽ തന്നെ വേണം. ഖസ്റാക്കുക എന്നുള്ളത് അതായത് ആദ്യത്തെ നിയ്യത്തിൽ തന്നെ ഉൾപ്പെടണം. ജമ്മാക്കുക എന്നുള്ള നിയ്യത്ത് സലാം വീട്ടുന്നതിന്റെ ഉള്ളിലേ സംഭവിക്കേണ്ടതുള്ളൂ. അപ്പോൾ ളുഹുറിലും അസർ ഇശ ഇത് ഖസ്റാക്കുക, അതായത് ചുരുക്കി 2 റക്അത്തായി ചുരുക്കിയിട്ട് ഇമാമിനോട് ഞാൻ നിസ്കരിക്കുക എന്നാണ് ഇതിന്റെ നിയ്യത്ത്. അപ്പൊ മുന്തിച്ച് ജമ്മാക്കാനുള്ള നിയ്യത്തുകളാണ് ഈ പറഞ്ഞത്. ഇനി ഇതിനോട് ബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാതെ കിടന്ന് ഹലലാവണ വല്ല കാര്യങ്ങളുണ്ടോ? അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ഇത് ഇപ്പൊ ഈ പറഞ്ഞതിലെ വിഷയത്തിൽ വല്ലതും പോരായ്മകളുണ്ടോ? സുന്നത്ത് യാത്രയിലുള്ള സുന്നത്തിനെ കുറിച്ച് ഇനി ശേഷം അത് പറയാൻ പോകുന്നു. അതപ്പൊ പറഞ്ഞുതരാ. മൂന്ന് മർഹല നമ്മുടെ യാത്ര വരും എന്ന് കണ്ടാല്, അങ്ങനെ 3 മർഹല എത്ര കൂട്ടിയത്?
198. ആ, നമുക്ക് നിർബന്ധമില്ല. ശാഫി മതപ്രകാരം പ്രബലമായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ നല്ലതല്ല. അങ്ങനെ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. ദുബൈക്ക് 192 കിലോമീറ്റർ ഉണ്ട്. സൗകര്യം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ലല്ലോ. സൗകര്യം ഇപ്പൊ ഇന്നും മിനിഞ്ഞാന്നും അതിന്റെ തലേദിവസമൊക്കെ ഉണ്ടായ സൗകര്യങ്ങളല്ലേ. ഈ നിസ്കാരം അത് ശറയാക്കപ്പെടുന്ന കാലത്ത് നടന്ന സംഭവങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ കടപ്പാട്. നമുക്കിപ്പോ നല്ല ശരീരത്തിനുള്ള ആരോഗ്യവും സമയങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ അനുകൂല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫറലാണെങ്കിലും സുന്നത്താണെങ്കിലും അതിൽ വിട്ട് നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റുകയില്ലല്ലോ. ഒരു ഫറലാണെങ്കിൽ ആ ഫറൽ എത്ര റക്അത്താ അത്രേ പറ്റുള്ളൂ. ആ ഫറലിനോട് ബന്ധിച്ച സുന്നത്തുകള് ആ ഫറലിന്റെ സുന്നത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സൗകര്യമല്ല ഇവിടെ പ്രശ്നം. ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ പ്ലെയിനിലൊക്കെ വരുന്നത് നമുക്ക് എന്താ ഒരു പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ലല്ലോ. ഇവിടുന്ന് രാവിലെ നാസമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിയുന്നതിന്റെ മുമ്പായിട്ട് അതിന്റെ സമയം തെറ്റുന്നതിന്റെ മുമ്പായിട്ട് നാട്ടിലെത്തുന്നതിന് നമുക്ക് എന്ത് പ്രയാസ? അതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കസറും ജമ്മും എല്ലാം അവിടെ അനുവദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആധുനിക സൗകര്യങ്ങളെ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഷോർട്ട് കട്ടാക്കി എന്ന് മാത്രമേ അതിലുള്ളൂ. അതേ സമയത്ത് ഈ യാത്ര എന്ന് പറയുന്നതും യാത്രയിൽ കിട്ടാവുന്ന ഇബാദത്തുകൾ ഡിസ്കൗണ്ടുകളൊക്കെ നമ്മൾ എടുത്തോളണം എന്നാ അതിന്റെ നിയമത. അതാണ് ഒരു തവാളുഅ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലതെല്ലാം അനുവദിച്ചു, അതെല്ലാം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിയെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് ഇത്തിബാഉർ റസൂല് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. ഇത്തിബാഉർ റസൂല്, അതായത് റസൂലുള്ള ചെയ്തതിനോട് അനുകരിക്കുക, അതിനെ അംഗീകരിക്കുക. നമ്മുടെ ആരോഗ്യങ്ങളോ അവസരങ്ങളോ സാഹചര്യങ്ങളോ അല്ല ഇവിടുത്തെ പ്രശ്നം. അന്നൊക്കെ യാത്ര ചെയ്യുന്നത് ഒട്ടകം, അതുപോലെ കുതിര, കഴുത പോലെയുള്ള വാഹനങ്ങളിലായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും പ്രായോഗികമല്ലായിരുന്നു. അതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊരു വിഷയമല്ലായിരുന്നു. ഇന്ന് നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളൊക്കെ ഭൗതികമായ നിലനിൽപ്പോടുകൂടെ അതെല്ലാം പിരിഞ്ഞുപോയി. അന്നത്തെ സൗകര്യങ്ങളൊക്കെ ഭൗതികമായ പിരിച്ചിലോടുകൂടെ അതിന്റെ സൗകര്യങ്ങളും ഉപകാരങ്ങളും അതിന്റെ ഗുണഫലങ്ങളൊക്കെ അവർ ആഖിറത്തിലേക്കും കൂടി സമ്പാദ്യമായതാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം പോട്ടെ. അപ്പൊ ദുബൈയിൽ പോകുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ ഇവിടുന്ന് വിട്ട രണ്ട് ഭാഗത്തും പള്ളികളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പള്ളിയിൽ കയറി നിസ്കരിച്ചൂടെ എന്നാണ് നമുക്ക് തോന്നുന്നത്. നിസ്കരിക്കാൻ വിരോധമില്ല. അതേ സമയത്ത് ജമ്മും കസറാക്കണോ? അതിനും വിരോധമില്ല. പോകുന്ന യാത്ര മേൽ പറഞ്ഞതായിരിക്കുന്ന അനുവദനീയമായ ഒരു യാത്രയാവുക എന്നുള്ളതാണ്. അപ്പൊ ദുബൈയിൽ പോകുന്ന നമുക്ക് ഇവിടെ നിന്ന് അതിർത്തി വിട്ട് കിടന്നാൽ ളുഹ്റും അസ്റും അല്ലെങ്കിൽ മഗ്‌രിബ് ഇശാ കൂടി ജമ്മാക്ക കസറാക്ക. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴാവാ ഇവിടെ എത്തുന്നതിന്റെ ഉള്ളിലായിട്ട് എന്താവണം നിസ്കാരം കഴിയാ ഇങ്ങോട്ട് പോരുമ്പോ ആവുന്നത് ഏത്? 2 മർഹല അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും പ്രബലമായ സുന്നത്ത് നമുക്ക് കസറാക്കലാവുന്നു. ആ സ്ഥലത്ത് അവിടെ തന്നെ നിൽക്കാൻ പോയതാണോ, താമസിക്കാൻ പോയതാണോ എന്നാ പറ്റുകയില്ല. അതല്ലെങ്കിൽ അപ്പൊ തന്നെ ഇന്ന് നാളെ തന്നെ അവിടെ പോരാൻ വേണ്ടി, അതല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്, ഇന്നാവും നാളാവും മറ്റന്നാളാവും ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അയാൾക്ക് 18 ദിവസം വരേക്കും കസറാക്കാം. ഓരോ ദിവസങ്ങളും ഇങ്ങനെ ആവും. പക്ഷെ ആയില്ല, പ്രതിബന്ധം കൊണ്ട് നീണ്ടുപോയി. അങ്ങനെ നീണ്ടുപോകാം. മുസാഫറിൻ്റെതായിരിക്കുന്ന വിധികൾ അങ്ങനെ തുടർന്ന് പോയേക്കാം. അതല്ല ചെന്ന അന്ന് തന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവിടെ എത്തലോടുകൂടെ സഫറിന്റെ അനുകൂലങ്ങളെല്ലാം കഴിഞ്ഞു. എവിടെ എത്ര ദിവസം വേണേ നിൽക്കുക? അത് 3 ദിവസം നിൽക്കുക എന്ന് തീരുമാനിച്ചാൽ അതോ ആ ചെന്ന് ഇറങ്ങിയതോടുകൂടെ സഫറിന്റെ അനുകൂലങ്ങൾ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ സൗകര്യത്തിനൊക്കെ നിൽക്കാം. എന്ത്? 2 ദിവസം ജമ്മാക്കാൻ പറ്റുമോ? അവിടെ താമസിക്കലിനെ കരുതിയിട്ട് നാളെ കഴിഞ്ഞ് വരുന്ന പോരാൻ തീരുമാനിച്ചാൽ പറ്റും. 2 ദിവസം അവിടെ നിൽക്കുന്നുള്ളൂ. 2 ദിവസം നിൽക്കുന്നുള്ളൂ, ഈ കുഴപ്പമില്ല. 3 ദിവസം കരുതലോടുകൂടെ ജമ്മിന്റെ അനുകൂലങ്ങൾ നഷ്ടപ്പെട്ടു. 2 ദിവസം പ്രശ്നമില്ല. അപ്പോ 3 നിബന്ധനകൾ കാര്യമായ ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി പിന്തിച്ച് ജമ്മാക്കാനുള്ള നിബന്ധനയെ പറയുന്നത്. ഇനി ലോഹറിനെ നമ്മൾ അസറിലേക്ക് അങ്ങോട്ട് പിന്തിക്കുകയാണ്. അങ്ങനെ വന്നാൽ ലുഹറിന്റെ വഖത്ത് പുറപ്പെടുന്നതിന്റെ ഉള്ളിലായി ലുഹറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുകയാണ് എന്ന് കരുതുക. ലുഹറിന്റെ സമയം അസർ വാങ്ക് വരേക്കും അസർ സമയം നീണ്ടു നിൽക്കുന്ന സമയമാണ്. ആ സമയത്തിന്റെ ഉള്ളിലായി ഞാൻ ലുഹറിനെ അസറിലേക്ക് പിന്തിക്കുകയാണ് എന്ന് നിയ്യത്തുണ്ടാവുക. സമയത്തിനുള്ളിൽ മനസ്സിലുണ്ടാവണം, ഞാൻ ലുഹറിനെ പിന്തിക്കുകയാണ്. മഗ്‌രിബിനെ ഇശായിലേക്ക് ബിന്ദിക്കുകയാണെങ്കിൽ ഇശാന്റെ വക്താവുന്നതിന്റെ മുമ്പെയായി ഇശായിലേക്ക് മഗ്‌രിബിനെ ഞാൻ ബിന്ദിക്കുകയാണ് എന്ന് കരുതുന്ന ഒരു പ്രധാനമായ നിബന്ധന മാത്രമേ ഉള്ളൂ. പിന്നെ ഏതില്ല? നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ നിസ്കാരം ആദ്യം തന്നെ മഗ്‌രിബിനെ ഇശായിലേക്ക് അങ്ങോട്ട് പിന്തിച്ചാല് അവിടെയുള്ള ആദ്യത്തെ നിസ്കാരം ഏതാ? മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ചാല് ആ വക്തിലുള്ള നിസ്കാരം ഏതാ?
ഇശ. എന്നാൽ ഇശാനെ ആദ്യം തന്നെ നിസ്കരിക്കുക എന്നുള്ളത് പിന്തിച്ച് എമ്മാക്കുന്നിടത്ത് നിർബന്ധമില്ല. കാരണം രണ്ട് നിസ്കാരത്തിന്റെ സമയമായി. മഗ്‌രിബിന്റെ പിന്തിച്ചത് അതും നിസ്കരിക്കണം, മറ്റോ നിസ്കരിക്കണം. വഖത്തിന്റെ നമസ്കാരത്തിനെ മുന്തിക്കൽ നിർബന്ധം അവിടെ ഇല്ല. അതേ സമയത്ത് നമ്മളവിടെ ചെന്നപ്പോ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചില്ല. അവിടെ ഒരു പള്ളി കയറി നോക്കുമ്പോൾ നമ്മൾ പിന്തിച്ച് എമ്മാക്കിയ ആൾക്കാരാണ്. അവിടെ ഒരു ഇശാന്റെ ജമാഅത്ത് നടക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ജമാഅത്തിൽ അവിടെ കൂടാ. അത് കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്താൽ മതി? മഗ്‌രിബ് നിസ്കരിച്ചാലും മതി. അതുപോലെ ളുഹറിന് അസറിലേക്ക് പിന്തിച്ചാലും ആ അസറിന്റെ വഖത്തിലുള്ള നിസ്കാരം അസറാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നിസ്കരിക്കാന്നുള്ള കാര്യം നിർബന്ധമില്ല. അതോടുകൂടെ തന്നെ ഏത് നിസ്കാരമാണെങ്കിലും നിസ്കരിച്ച് ഉടനെ തന്നെ രണ്ടാമത്തെ നിസ്കാരം നിസ്കരിക്കുക എന്നുള്ള കാര്യവും നിർബന്ധമില്ല. അതായത് തെർത്തീബ്, ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കുക എന്നുള്ള തെർത്തീബും അതുപോലെ രണ്ട് നിസ്കാരത്തിന് വിട്ടുപിരിക്കാൻ പാടില്ല എന്നുള്ളതുമില്ല. പിന്തിച്ച് ജമാക്കുന്നിടത്ത് പ്രധാനമായി വഖത്ത് പുറപ്പെടുന്നതിന്റെ ഉള്ളിലായി ഞാൻ പിന്തിച്ച് നിസ്കരിക്കുകയാണെന്നുള്ളൊരു നിയ്യത്ത് മാത്രമേ വേണ്ടുള്ളൂ. അതേ സമയത്ത് ഇങ്ങോട്ട് മുന്തിക്കുന്നിടത്ത് പ്രധാനമായ 3 നിബന്ധനകൾ പരിഗണിക്കേണ്ടതാവുന്നു. സുബൈക്കോ അതില്ല. എങ്ങനെ പറ്റില്ല എന്നാ ഇപ്പോ വരുന്നത്? അതായത് വെള്ളം കിട്ടാത്തത് കൊണ്ടോ, ഖിബല കിട്ടാത്തത് കൊണ്ടോ, വസ്ത്രമില്ലാത്തത് കൊണ്ടോ, ശരീരത്തിൽ നജസാത് കൊണ്ടോ എന്തുകൊണ്ട് സംഭവിച്ചു? ഖിബല എന്നുള്ളത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇജ്തിഹാദ് കൊണ്ട് ഖിബല കിട്ടിയാൽ മദീന. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നിർണയം ഉണ്ടാവും. അതല്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ട്, ചോദിക്കപ്പെടുന്ന ആളുകളോട് ചോദിച്ച ആ വാക്കനുസരിച്ച് ഒരു നിസ്കാരം. അപ്പോ ഖിബലയുടെ പ്രശ്നം വരുന്നില്ല. ഒരിക്കലും അതിന്റെ ഉപകരണ വസ്തുക്കൾ, അതല്ലെങ്കിൽ സാധാരണ പോയുള്ളത് ഒരു നിഗമനം, അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു ഏകദേശം ഖിബല അങ്ങോട്ടാണെന്ന്. അപ്പൊ അവർ പറഞ്ഞ് അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ ഖിബലയുടെ പ്രശ്നം അവിടെ അവസാനിച്ചു. പ്ലെയിന്റെ ഉള്ളിൽ നിന്ന് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കുക. അവിടെ കഴിയാവുന്ന രൂപം ഉണ്ടാവുമല്ലോ, ആ രൂപത്തിൽ നിസ്കരിക്കുക. പിന്നെ അത് ആ നിസ്കാരം പിന്നെ അതിന്റെ വേണ്ടതുപോലെ രൂപത്തിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിസ്കരിച്ചില്ല എന്നുള്ള കുറ്റത്തിൽ നിന്ന് സലാമത്താനും വേണ്ടിയുള്ള നിസ്കാരം കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മടക്കി നിസ്കരിക്കാം. എന്നാലും നിസ്കരിക്കാത്തവനാവുകയില്ല. ചില ആളുകൾക്ക് നിസ്കരിക്കണം എന്ന് വെച്ചാൽ പലപ്പോഴും അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിക്കണോ ഇല്ലയെന്ന് അറിയില്ല. നിന്നിട്ട് തന്നെ നിസ്കരിക്കാം. അത് പറയണവര് അങ്ങനെ പറയണ്ടാവും, നമുക്കറിയില്ല. എന്താ കളാ ഇല്ല എന്ന് പറയാൻ കാരണം? കളാ എന്ന് പറഞ്ഞാൽ ടൈം വിട്ടാ പിന്നെ അതിന് കളാ എന്നാ പറയാം. ടൈം വിട്ടാൽ പിന്നെ എന്ത് ചെയ്തു? പിന്നെ അതാവില്ല എന്നും പറയണം. ഇങ്ങനെ പോക്കുന്നില്ലാതെ അതാവ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നിർവഹിച്ചാൽ അതിന് അതാകുന്നു. ആ ടൈം തെറ്റിയാൽ പിന്നെ അതിനെ കളാകുന്ന. അപ്പൊ പിന്നെ എപ്പോഴും നിസ്കരിക്കാൻ നിസ്കാരത്തിന് വക്തില്ലാന്ന്, എന്നും നിസ്കാരം തന്നെ. അപ്പൊ ഇന്ന സലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് ഒരു വഖത്ത് നിശ്ചയിച്ചു. ആ വഖത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ വഖത്ത് നിശ്ചയിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ? അപ്പൊ പിന്നെ ആ പറയുന്നതിന് അതൊരു ലെവലുള്ള വാക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരിക്ക് പോണതല്ല അത്. എന്തോ ചെറിയൊരു വളവലുണ്ട്. വളഞ്ഞ വഴിക്ക് ഇപ്പൊ നമ്മൾ ആരും ചിന്തിക്കണ്ട. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് കസീറായ സഫർ, നമ്മളിപ്പോ മറഹലൊക്കെ കണക്കൂട്ടില്ലോ, മറഹലൊന്നും വേണ്ടാന്നാ. ഇവിടുന്ന് ഇപ്പൊ ദുബൈക്ക് ഒന്നും എത്തേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നിങ്ങൾ മുറൂരിലേക്ക് പോകുമ്പോൾ നിസ്കരിക്കാൻ ജമ്മു കസറാക്കാം അങ്ങനെ പറയുന്നവരും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ, ആരാ ചോദിക്കുന്ന ആൾ കേട്ടില്ലെങ്കിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കസീറായ സഫറിൽ അപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ അടുത്തടുത്ത ഒരു ടൗൺ മാർക്കറ്റിലേക്ക് പോകുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജമ്മു കസറാക്കാം. അതൊന്നും സാലിഹ്യങ്ങൾ സ്വീകരിച്ചതായ ഒരു നടപടി കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അല്ല. അതൊക്കെ കെട്ടിച്ചമച്ച് പലതും ഉണ്ടാക്കുന്നവരും പലതും പറയുന്നവരൊക്കെ ഉണ്ടാകും. അതിന്റെ പിന്നാലൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ നല്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയ പ്രയാസമല്ലേ? അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതായത് ഖളാ ഉണ്ടണം. അതുകൊണ്ടല്ലേ മഹാനായിരിക്കുന്ന ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുസന്നു തഅറുളു, വെളിവാവല് സുന്നത്താക്കപ്പെടുന്നതാണ്. എന്തിലേക്ക്? ലിൽ അദായി വൽ ഖളായി. വലിയ വലിയ കിതാബ് മഹല്യ പോലുള്ള കിതാബിലൊക്കെ പറഞ്ഞതാണ്. വയുസന്നു സുന്നത്താക്കപ്പെടും. എന്ത്? ആ തഅറുദു, വെളിവാവുക. ഫിൻ നിയ്യത്തി, നിയ്യത്തിൽ. എന്തിലേക്ക്? ലിൽ അദായി, അദായിലേക്ക് വെളിവാവുക. വൽ ഖളായി, ഖളായിലേക്കും. അപ്പൊ അതാ ആണെങ്കിൽ അതാ എന്ന് പറയലും സുന്നത്താണ്, ഖളാ ആണെങ്കിൽ ഖളാ എന്ന് പറയലും സുന്നത്താ. പിന്നെ അതില്ല എന്ന് പറയണവന് തലക്ക് മുഖില്ല എന്നല്ല. ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുഖമുള്ള ഒരു ലോകത്താരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതകാലത്ത് തന്റെ പരമ്പരയിൽ ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് പറഞ്ഞ് അതിനൊരു ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞത്, ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശി വർഗത്തിൽ എന്റെ കുടുംബത്തിൽ പെട്ടിട്ട് ഒരു പണ്ഡിതൻ ഇവിടെ വരാനുണ്ട്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന വ്യാപകമായ ഒരു പാണ്ഡിത്യമാണ് എന്ന് പറഞ്ഞത്
ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ചാണെന്ന് ആര് പറഞ്ഞു? തന്റെ ഗുരുനാഥനും തന്റെ ശിഷ്യനും കൂടിയായിരിക്കുന്ന മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. പരസ്പരം രണ്ടുപേരും ഉസ്താദും ശിഷ്യനുമാണ് രണ്ട് വിഷയത്തിൽ. ഒരാൾ മറ്റാളുടെ ഹദീസ് പഠിച്ചു, അയാൾ അദ്ദേഹത്തിന്റെ ഫിഖും പഠിച്ചു. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് എന്ന് പറയപ്പെടുന്ന വലിയ ഹദീസിന്റെ ഗ്രന്ഥമുള്ള ഒരു മഹാനാണ്, മുഹദ്ദിസും കൂടിയാണ് അദ്ദേഹം, ഹംബലി ഇമാം. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആലിമു ഖുറൈശ് എന്ന് പറഞ്ഞ ആള് ആരാ? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അവർ ചരിത്രങ്ങളൊക്കെ വിശാലമായ സംഭവമാണ്. ഇപ്പൊ ക്ലാസ് ഇനി മറിഞ്ഞു പോവുകയുള്ളൂ. അപ്പൊ ഞാൻ അതാ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി ഏതോ ഒരു പിരാന്തം പറഞ്ഞ കാര്യം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിനേക്കാണ് മറികടക്കാൻ നമുക്ക് കഴിയില്ല എന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അവര് പറയുന്നത് എന്താ? വയുസുന്നോ സുന്നത്താക്കപ്പെടുന്നതാണ്. എന്ത്? പിന്നിയത്തി നെയ്യത്തിലാ താറുതു വളിവാവൽ സുന്നത്താണ്. എന്തിലേക്ക്? ഇല്ലതായി അതാവിലേക്ക്. അപ്പൊ അതാകുണ്ട്. ഓൽ കലായി കലാവിലേക്ക്. അപ്പൊ അതാ ഉണ്ട്, കലാ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഞാനോ എന്തോ പറയട്ടെ, അവർക്ക് മുഖ് മാഫി നിങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായിക്കോളി. അപ്പോ ഫർളായിരിക്കുന്ന അതൊരു ചെറിയ ഷോർട്ട് മാർഗത്തിലൂടെ ഇപ്പൊ എന്നും ജമ്മും കസറും എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തപ്പിപ്പിടിക്കണ്ടെന്നല്ലൊക്കെ ഞാനൊന്ന് പറഞ്ഞതാണ്. ഇനിയൊക്കെ നമുക്ക് കൂട്ടമായി യാത്ര പോകുന്ന സമയത്ത് ഓരോ ആരുടെ കൂടെ പോവുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു നേതൃത്വങ്ങൾ ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങളതൊക്കെ ചെവിക്കൊണ്ട് മനസ്സിലാക്കി ആ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യുക. അള്ളാഹു നല്ല മാർഗത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുള്ളതായ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നുള്ളതും സുന്നത്താണ്. ആദ്യത്തെ നിസ്കാരത്തിന്, രണ്ട് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കുക. അപ്പോൾ ളുഹുർ അസറും കൂടി നിസ്കരിക്കുകയാണ്, ളുഹുറിന് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കുക. പിന്നെ അസറിന് വേണ്ടി എന്ത് ചെയ്യുക? ഇഖാമത്ത് മാത്രം കൊടുക്കുക. അതേ സുന്നത്തുള്ളൂ. അതാണ് ഇത്തിബാഉ റസൂല്. പിന്നെ അതുപോലെ തന്നെയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ. യാത്രയിലും സുന്നത്താണെങ്കിലും ലാ തതഅക്കദു അൽ ജമാഅ കമാ തതഅക്കദു ഫിൽ ഹളരി. യാത്രയില് സാധാരണ ഇപ്പൊ നമ്മൾ ഇവിടൊക്കെ നിസ്കരിക്കാൻ വളരെ പ്രബലമായ സുന്നത്താണ് ജമാഅത്ത്. അത് വാജിബാണെന്നും ഫർള് കിഫായിയാണെന്നും ഫർള് ഐനാണെന്നും സുന്നത്ത് മുഅക്കദാണെന്നും നാല് അഭിപ്രായങ്ങളാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അഭിപ്രായം ഫർള് ഐനാണ്. അതായത് നിർബന്ധമായിട്ടും ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാവുകയുള്ളൂ എന്നത് യാത്രയിൽ ഒഴിച്ചെന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് ഫർള് കിഫായിയാണെന്നോ, അതായത് ഒരു നാട്ടിലൊരു ജമാഅത്ത് നടന്നോളണം, മുസ്ലിമീങ്ങളുടെ നാട്ടില് അറിയപ്പെടുന്നതാ ഒരു ജമാഅത്ത് വരെ ശിആർ ഉണ്ടാവണം, അതല്ലെങ്കിൽ ആ നാട്ടുകാരൊക്കെ കുറ്റക്കാരാവും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് സുന്നത്ത് മുഅക്കദത്താണ്, ഉപേക്ഷിക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല, കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സഗീറത്താണ്, ചെറുദോഷമാണ്. അത് പതിവാക്കിയാൽ വന്തോഷത്തിലേക്ക് കൂട്ടിക്കളയുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് ആ വ്യക്തിയവന്റെ സാക്ഷി സ്വീകരിക്കപ്പെടുന്നതല്ല, വാക്ക് ബലമുള്ള വാക്കല്ല. അവൻ മാസം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുകയില്ല, വിധി പ്രഖ്യാപിക്കാൻ പറ്റുകയില്ല. അത്ര വലിയ മോശമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കാനാല്. അങ്ങനത്തെ ഒരു ജമാഅത്ത് യാത്രയെ സംബന്ധിച്ചിടത്തോളം ലാ തതഅക്കദു, അത് വലിയ പ്രബലമായതല്ല, യാത്രയിൽ അത് പ്രബലമല്ല. അപ്പൊ അത് ഒഴിഞ്ഞു പോയാൽ, കാരണങ്ങളാൽ ഒഴിഞ്ഞു പോയാൽ ഇവന്റെ വക്കൽ നിന്ന് അപാകതകൾ സംഭവിച്ചതിനായിട്ട് കൂട്ടുകയില്ല. അതിനും പുറമെ ഇത്രയും വലിയ ഗൗരവമുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കിയതായിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മറുവശം ചിന്തിക്കാതെ കണ്ട് യാത്രയിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ വലിയ ഗൗരവം ഉണ്ടാവും. ചിലർക്ക് ദേഷ്യം പിടിച്ചു പോകും. ദേഷ്യം പിടിക്കുന്നത് ആളുകളോട് വ്യക്തിപരമായ ദേഷ്യങ്ങളല്ല, പടച്ചവനെ നിർബന്ധമായിരിക്കുന്ന ഒരു അമല് പോയല്ലോ, പാഴായല്ലോ എന്നുള്ള വേജാറും വിഷമമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ചിലപ്പോ കുറെ ആളുകൾക്ക് ഒന്നിച്ച് യാത്ര പോകുന്നതാണ്. ആദ്യം കയറിയ ആളുകൾ കുറെ സമയങ്ങൾ കാത്തിരുന്നു, ബാത്റൂമൊക്കെ ചെറുതാണ്, അവിടെ എല്ലാം ഒന്നുണ്ടാക്കിയൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് സമയമായി. അപ്പൊ ആദ്യം കയറിയ ആളുകളൊക്കെ നിസ്കരിച്ചു. നിയന്ത്രിക്കുന്ന ആൾ ഇമാമത്തിന് പറ്റി ഒരാൾ മാത്രമാണ്, അയാൾ നിസ്കരിച്ചു. ബാക്കിയുള്ള ആൾക്കാരെ കൂടി വന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞു. ഓ, അപ്പൊ പിന്നത്തെ കാര്യം പറയണ്ടോ? ഓ, നിസ്കരിച്ച് കാത്തിക്കാൻ കഴിയില്ലേ? ആരാ അതിന്റെ അമീർ? വെട്ടിപ്പിടിച്ചടാ അവനെ. പിന്നെ അയാളുടെ ആരും പറയണ്ട. രണ്ടാമത് നിസ്കരിച്ചു കൊടുത്താ പിന്നെ ആള് ഓരോന്നിങ്ങനെ കയറി വരാ. പിന്നെ ഇയാൾക്ക് പിന്നെ തന്നെ ഒരു തൊഴിലാവൂലേ? നിസ്കാരം തന്നെയാണ് വിചാരിച്ച് നമ്മൾ അതിലിങ്ങനെ കൂടുന്നില്ലല്ലോ. നമ്മൾ എത്രയും പെട്ടെന്ന് സ്പീഡ് എടുത്തിട്ട് കഴിച്ചു പോവല്ലേ? നല്ല സംഗതി, നമുക്ക് നിസ്കരിച്ചൂടെ? ഏതൊരു കാര്യത്തിനുണ്ടല്ലോ പരിധി. അപ്പൊ അതുകൊണ്ട് ഇത് പ്രബലമായ സുന്നത്തല്ല എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ല. അഥവാ ഇനി നഷ്ടപ്പെട്ടു പോയാല് മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനൊരു കുറ്റക്കാരാക്കുകയോ അതൊരു അപകടമായി അല്ലെങ്കിൽ എനിക്കൊരു ഫർള് നഷ്ടപ്പെട്ടു പോയി എന്നതിനെ കുറിച്ച് നാം വിഷമിക്കാനില്ല എന്നർത്ഥം. അതിനുവേണ്ടി പറഞ്ഞതാ. അല്ലാതെ അത് ഉപേക്ഷിക്കാൻ വേണ്ടിയോ അതിനുവേണ്ടി സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല.
പിന്നെന്താ പറഞ്ഞത്? ഇതൊക്കെ ചുരുക്കി പറയുകയാണ്. ഇനി ഒരുപാട് പോയിന്റുകൾ അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ കാര്യമായ വിഷയത്തിലേക്ക് എത്ര സ്പീഡിൽ പോവാണല്ലോ. റവാത്തിബ് സുന്നത്തുകൾ അതാണല്ലോ ഇപ്പോൾ നമ്മളെ ഒരാജി ചോദിച്ചത്. സുന്നത്ത് നിസ്കരിക്കണോ? സുന്നത്ത് നമസ്കാരം നാട്ടിലുള്ളതുപോലെ യാത്രയിൽ നിസ്കരിക്കാം. നേരത്തെ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ പ്രബലമായ രൂപത്തിലുള്ളതല്ല. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളിന്റെ മുമ്പ് നിസ്കരിക്കുന്നതും ഫർളിന്റെ ശേഷം നിസ്കരിക്കുന്നതായ ഫർളിനോട് ബന്ധപ്പെട്ടതായ സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുക. അതായത് 5 വഖത്ത് നിസ്കാരത്തിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സുന്നത്തുകൾ, 5 വഖത്ത് നിസ്കാരത്തിനോട് ബന്ധപ്പെട്ട സുന്നത്തുകൾ മൊത്തം എത്ര റക്അത്തുണ്ട്? നിങ്ങളൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളാണല്ലോ. ആരും സുന്നത്ത് നിസ്കരിക്കാത്ത ആളുകളില്ല. എത്ര റക്അത്തുണ്ട്? 5 വഖത്ത് ഫർളിനോട് ബന്ധപ്പെട്ട ശേഷവും മുമ്പുമുള്ള സുന്നത്തുകളായിട്ട് എത്ര റക്അത്ത് സുന്നത്തുകളുണ്ട്? എത്ര? 12 റക്അത്ത്. 16, 10. നല്ല രസമുണ്ട്. ലേലം വയ്ക്ക. 12, 10, പിന്നെ 14. അത് തക്കണില്ല. പിന്നെ ആരാ കൂടുതൽ വിളിക്കാം? യസീദ് വലാ ദാലിക. എത്ര? 14 ആയിട്ടില്ല. ഒരു വട്ടം. യസീദ് വലാ ഹാദാ. അല്ലെ ഞാൻ വിളിക്കും. അവസാനത്തെ വിളി ഞാൻ വിളിക്കും. അയാൾക്ക് വിളിച്ചൂടെ? 18 ഒരു വട്ടം. എത്ര? 22. ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം. 22 ഉള്ള ആൾക്ക് ഉറപ്പിച്ച്. ആരാ 22? ഒന്ന് പഠിക്കുക. ആരാണത്? ആരാ 22 റുപ്യക്ക് വിളിച്ച ആളാരാ? വേണ്ട, അവിടെ ഇരിക്കും. എന്നാ നമ്മൾ കണക്കൂട്ടി വെക്കാം. ളുഹറിന്റെ മുമ്പ് എത്ര റക്അത്ത്? നിങ്ങൾ ഈ പറഞ്ഞോളത്തേക്ക് ആളെ കള്ളി വിളിക്കരുത് കേട്ടാ. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മറ ഉണ്ട്, നമുക്കൊക്കെ അത് പൊളിയരുത്. ളുഹറിന് മുമ്പ് 2. ഈ 22-ന് അവിടേക്ക് എത്തിക്കണം കേട്ടാ. ആരാ ഇത്? അങ്ങനത്തെ ഇത് പറയാനേ കണ്ടുള്ളൂ. 22-ന് നമ്മൾ ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവിടേക്ക് എത്തണം. ളുഹറിന് മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4, അപ്പൊ 8. അസറിന്റെ മുമ്പ് 4, അസറിന്റെ ശേഷം അപ്പോ 8, 4, 12. ശേഷല്ലേ? ഇല്ല. അപ്പൊ 8, 4, 12. പിന്നെ മഗ്രിബിന്റെ മുമ്പ് 2, അപ്പൊ എത്രയായി? 14. ശേഷം 16. ഇശാന്റെ മുമ്പ് അപ്പൊ അത് സ്വീപ്പറാക്കരുത്. ഇശാന്റെ മുമ്പ് ഈ 22 പറഞ്ഞ ആളവിടെ ആൾക്കാരിന് കൊടുത്ത്. ഇശാന്റെ മുമ്പ് എത്ര? വെറുതെ നേരം കളല്ലേ. ഇശാന്റെ മുമ്പ് 2, ഇശാക്ക് ശേഷം അപ്പൊ എത്രയായി? 20. സുബഹിന്റെ മുമ്പ് എത്ര? 2. സുബഹിന്റെ ശേഷം എത്ര? ഇല്ല. അപ്പൊ എത്രയായി? 20. അപ്പൊ കണക്കായില്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞതും പഠിച്ചൊക്കെ. അപ്പൊ 8 മുതലേക്ക് തുടങ്ങി 10, 12, 14, 18, 22. അപ്പൊ 22 റുപ്യക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? കൊടുത്തത്. ഇതിപ്പോ മൊത്തം റവാത്തിബ് സുന്നത്തുകളാണ്. അതായത് ഫർളിന്റെ മുമ്പ് ശേഷമായ സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുക. ഈ റവാത്തിബ് സുന്നത്ത് ഇപ്പൊ 22 നിങ്ങൾ എല്ലാവരും ബാക്കിയുള്ളൊക്കെ സമ്മതിക്കണം കേട്ടാ. അയാൾക്ക് ശരിക്കും നമ്മൾ ഉറപ്പിച്ചു കൊടുത്താണ്. ഇനി അതിന്റെ അപ്പുറമില്ല, അതിന്റെ അപ്പുറമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം പറഞ്ഞ് 8 പറഞ്ഞവരും 10 പറഞ്ഞവരുണ്ട്. അവരുടെ ആരും കണക്ക് ശരിയല്ല. 22 ശരി. അതിൽ സംശയങ്ങളൊന്നുമില്ല. ഇനി ആ 22 റക്അത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മുഅക്കദായ സുന്നത്ത്, ഗൈറു മുഅക്കദ് എന്ന് പറയുന്ന 2 വിഭാഗമുണ്ട്. അതിൽ മുഅക്കദായ സുന്നത്തുകൾ എത്ര? ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. പിന്നെ 10 പറഞ്ഞ പിന്നെ ഇത് ലേലം വിളിഞ്ഞ് നടക്കില്ല. അത് പള്ളിയാണ്, ഇവിടെ കളിക്കാളല്ല. 10 റക്അത്ത് അല്ലേ? ഉറപ്പാ? 10 റക്അത്ത് മുഅക്കദനെ വളരെ പ്രബലപ്പെട്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്ര പോകുമ്പോഴും അതിനെ കാര്യമായി പരിഗണിച്ചിരുന്നു. നാട്ടിലുണ്ടാകുമ്പോഴും അതുപോലെ യാത്രയിലും അഥവാ നഷ്ടപ്പെട്ടാൽ പിന്നെ പരിഹരിക്കുന്ന വിഷയത്തിന് ശ്രദ്ധിച്ചിരുന്ന നിസ്കാരങ്ങള് സുന്നത്തിന്റെ കാര്യത്തിൽ. അതെത്രയാവുന്നു? 10. അതേതൊക്കെ? ഒന്ന് കേൾക്കാറുന്ന ഏതൊക്കെയാണത്? സുബഹിന്റെ
2 റക്അത്ത്. പിന്നെ ളുഹറിന്റെ മുമ്പും 2, ളുഹറിന് ശേഷവും 2, പിന്നെ അസറിന്റെ മുമ്പ് 2. അസറിന്റെ മുമ്പുള്ള സുന്നത്തല്ലേ? എന്നാ വിടിങ്ങള് അസറിന്റെ മുമ്പുള്ള സുന്നത്തല്ലേ വേണ്ട? മഗ്‌രിബിന്റെ ശേഷമുള്ള 2, പിന്നെ ഇശാന്റെ ശേഷമുള്ളത്, അതാണ് ശരി. അപ്പൊ മുഅക്കദായിരിക്കുന്ന 10 റക്അത്ത് സുന്നത്തുകള്, അതായത് ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, അപ്പൊ 4, പിന്നെ മഗ്‌രിബിന്റെ ശേഷം 2, 6, പിന്നെ ഇശാക്ക് ശേഷം 2, അപ്പൊ 8, പിന്നെ സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത്. ഇങ്ങനെ 10 റക്അത്തിൽ മുഅക്കദ്. ബാക്കിയുള്ളത് ചെയ്യാനുള്ളതല്ല എന്ന് ആരും ചിന്തിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരും ചിന്തിക്കുകയും ചെയ്യരുത്. അത്ര വലിയ ഗൗരവമുള്ള സുന്നത്തുകളാണ് ഈ 10 റക്അത്ത് സുന്നത്ത്. അത് വളരെ പ്രബലപ്പെട്ടത സുന്നത്താകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ പോലും പരിഗണിച്ചിരുന്നു എന്ന് വെക്കുമ്പോൾ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, വൈസന്നുർ റാത്തിബത്തു, റവാത്തിബ് സുന്നത്തുകൾ സാധാരണ പതിവുള്ളതുപോലെ എടുക്കാം, എങ്കിലും ലാ തതാക്കദു, അത് നാട്ടിലുള്ളത് പോലെയുള്ള മുഅക്കദല്ല, ജമാഅത്ത് മുഅക്കദല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് അതിന്റെ സുന്നത്തുകളും. എങ്കിലും നമുക്ക് ചെയ്യാം. നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ സുന്നത്തുകളും, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിന് ആ സുന്നത്ത് എന്ന് പറയാം, അല്ലാത്തതിന് കറാഹത്ത് എന്നാ പറയാ. പല ആളുകളും പറയാറുണ്ട് അത് സുന്നത്തല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ്തോളാം എന്നാണല്ലോ. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്യുന്ന ആളുകളല്ലേ, സുന്നത്ത് തള്ളുന്ന ആളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ സുന്നത്തുകളും കഴിയുന്നതും ളുഹറിന്റെ മുമ്പുള്ള 4, ശേഷമുള്ള 4, അതുപോലെ അസറിന്റെ സുന്നത്ത് മുമ്പ് കഴിഞ്ഞില്ല എങ്കിൽ പെട്ടെന്ന് വന്നപ്പോ ജമാഅത്ത് തുടങ്ങിയിരുന്നോ, എന്നാൽ അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോ, ഒരു പ്രശ്നവുമില്ല. അസറിന്റെ ദിവസം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകം കാരണം കൂടാത്തൊരു നിസ്കാരം ഉണ്ടാക്കി നിസ്കരിക്കാൻ പറ്റുകയില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ള റവാത്തിബ് സുന്നത്തുകൾ പ്രത്യേകമായി പരിഗണിക്കുക എന്നുള്ള കാര്യം നല്ലതാ. അപ്പൊ ളുഹർ പിന്നെ അസറും കൂടി ഇപ്പൊ ജമ്മാക്കുമ്പോ അതിന്റെ നിബന്ധനകളൊക്കെ നമ്മൾ പഠിച്ചു. തഖദീമിന്റെ ജമ്മിന് എത്ര ശർത്താ പറഞ്ഞത്? മുന്തിച്ച് ജമ്മാക്കാൻ എത്ര നിബന്ധന പറഞ്ഞു? 3 നിബന്ധനകൾ പറഞ്ഞു. പിന്തിച്ച് ജമ്മാക്കാൻ എത്ര നിബന്ധന പറഞ്ഞു? ഒരൊറ്റ നിബന്ധന പ്രധാനമായിട്ടുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞു ഇപ്പൊ കൂട്ടണ്ട. ഹലാലായ സഫറുകാരനാവുക, 2 മറഹല ഉണ്ടാവുക, അതുപോലെ ഒരു മഖ്സൂദ് ലക്ഷ്യമുണ്ടാവുക, അതൊക്കെ അവിടെ നിർത്തി അതിർത്തി വിടുകടക്കാതെ അതിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിബന്ധനകൾ. അപ്പോൾ ളുഹർ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് നിസ്കരിക്കണം എന്നാ പറഞ്ഞത്? അസറും നിസ്കരിക്കുക. അപ്പൊ അതിന്റെ സുന്നത്തിന് സമയമുണ്ടോ? അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്നാ? അപ്പോൾ ളുഹറും നിസ്കരിച്ചു, ളുഹറിന്റെ മുമ്പുള്ളത് ആദ്യമൊക്കെ നിസ്കരിച്ചു, അത് കഴിഞ്ഞ് ളുഹറും അസറും നിർവഹിച്ചതിന്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക? ളുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കുക. ളുഹറിന്റെ ശേഷമുള്ള 2 നിസ്കരിക്കണേ 2 നിസ്കരിക്കുക. പ്രബലമായ സുന്നത്ത് എന്ന നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, ബാക്കിയുള്ള നിസ്കരിക്കണ്ട. അതല്ല സമയവും സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ എല്ലാം നിസ്കരിക്കാം. ഇത് നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിസ്കരിക്കണമെന്ന് പഠിച്ചു, അതിന്റെ പ്രതിഫലങ്ങളൊക്കെ പഠിച്ചു. എപ്പോ നിസ്കരിക്കണം, എവിടെ നിസ്കരിക്കണം കൂടി നിങ്ങൾ പഠിക്കണം. ഇപ്പൊ യാത്ര പോവുകയാണല്ലോ, ചില ആളുകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്, അതിന്റെ സാവകാശത്തിൽ എല്ലാ സുന്നത്തുകളും ഇരുന്നിട്ട് ചില നിസ്കരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഒരു കാര്യം കൂടി ഇതോടെ ഞാൻ ഓർമ്മയാക്കാൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നതായ ഒരാള് അയാൾ ദ്വാരക്കുകയാണെങ്കിലും ദിക്ർ കൊണ്ട് ശൂലാവുകയാണെങ്കിലും ഒക്കെ ഇരിക്കേണ്ടത് നേരെ പടിഞ്ഞാട്ട് തന്നെ ഇരിക്കണം. അതേ സമയത്ത് ഇമാമായിട്ട് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ അയാൾ മഹ്മൂമീങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അതേ നേരെ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു, കറബി രാജ്യത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുക. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് പടിഞ്ഞാട്ട് തിരിഞ്ഞ് എല്ലാ ദിക്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ദ്വാരക്കാൻ വേണ്ടി വടക്കോട്ട് ഒറ്റക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത് ശരിയല്ല. പലപ്പോഴും പല ആളുകളെ ഞാൻ കണ്ടതിന്റെ പേരിൽ പറയാണ്, കൂടുതൽ നാട്ടിൽ നിന്നാണ് കാണാറുള്ളത്, ഇവിടെ നിന്നും അപൂർവമായിട്ട് കണ്ടിരിക്കുന്നു. അതൊരു മസാല അവിടെ ഇരിക്കട്ടെ. നീ ബന്ധപ്പെട്ടപ്പോ ഓർമ്മയായപ്പോ പറഞ്ഞതാണ്, എല്ലാ സുന്നത്തുകളും എടുക്കുക. നമ്മൾ പോകുന്ന ആൾ എവിടെയെങ്കിലും വാഹനം നിർത്തി നിസ്കരിക്കാൻ വേണ്ടി നിർത്തിയതാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി, അതോട് നിസ്കാരം എല്ലാവരും പെട്ടെന്ന് നിസ്കരിച്ചു വന്ന് കയറാന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെന്ത് ചെയ്തു? ളുഹറിന് മുമ്പുള്ള 4 ശേഷമുള്ള 4 അതിന്റെ ഇടയിൽ ദിക്റും സലാത്തും ആയത്തുൽ കുർസിയും ആമനുർ റസൂലും ലഹു അൻസൽനീം അലിഫ്ലാമീം അൽ ബഖറ ഒക്കെ ഓതിയിട്ട് മൂപ്പര് മൂലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇബാദത്ത് ആ തസ്ബീഹ് അങ്ങനെ മറിച്ച് വളരെ ഖൗഫോട് കൂടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബസ്സിൽ കയറി. എല്ലാവരും എണ്ണി നോക്കുമ്പോൾ ആളൊക്കെ ശരിക്കുണ്ടെന്ന് പറഞ്ഞാൽ ബസ്സാണ് പോയി. എന്താ ചെയ്യാ? മൂപ്പരെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക, ഇവിടെ പോയി ബസ് ഉള്ള കണ്ണിന് അത് കേടുണ്ടാ. പിന്നെ വരുന്ന ബസ്സൊക്കെ മൂപ്പരെ തിരഞ്ഞെടുക്കാനാ. ഇപ്രാവശ്യം ഓംഡക്ക് പോയിട്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, നമ്മുടെ ആളുകൾ തന്നെ, നമ്മുടെ സംഘത്തിൽ വന്നതല്ല, റിയാദിൽ വെച്ച് നടന്ന സംഭവങ്ങൾ അറിയില്ലേ? നിസ്കരിക്കാൻ പോയതാണ് ഒരു കൂട്ടർ പറഞ്ഞത്. പിന്നെ കൗല് സഹിയാണോ അന്വേഷിക്കാൻ പറ്റില്ല, അവിടുന്നാണല്ലോ അറിഞ്ഞത്. സുന്നത്ത് നിസ്കരിക്കാനല്ലോ ആ നിസ്കരിക്കാൻ എന്തിനാ കയറിയതാ? ദുഹാസ്കാരൊക്കെ വലിയ പ്രധാനപ്പെട്ടാണ്. സ്വർഗത്തിന് ഒരു ബാദലുണ്ട്, ഇന്നലിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു ദുഹാ. ദുഹാ എന്നാ അതിന്റെ പേര്. സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളോടൊക്കെ
ദുആ നിസ്കരിച്ചവർക്ക് മാത്രമുള്ള വാതിൽ കൂടെ അവർ കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബഹുമാനം കേട്ടപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു? ബസ് പെട്രോൾ അടിക്കാൻ കയറി, മൂപ്പർ നിസ്കരിക്കാൻ കയറി. സ്വർഗത്തിൽ കിടക്കാനേ. ബാക്കിയുള്ള ആളുകളെ കൂടി കാരണത്തിന് വേറെ ബസ് തെറ്റി ഇങ്ങാതി വന്ന് കയറിയപ്പോൾ എണ്ണിയൊക്കെ ആളൊക്കെ ശരിയാ പോയി. കുറെ അങ്ങോട്ട് വിട്ട് ഏകദേശം ഒരു 100-300 കിലോമീറ്റർ ഓടിയതിന്റെ ശേഷമാണ് ഇപ്പൊ മറ്റേ പൂച്ചക്കുട്ടി കരയണത്. മൊബൈൽ ഫോണ് നോക്കുമ്പോ എന്താ ഇയാൾ ഇവിടെ കുടുങ്ങിക്കാരി അതില്. മൂപ്പര് സുന്നത്ത് കരിക്കാൻ പോയതാ. എവിടുന്നാ വിളിക്കണത്? അബുദാബിന് വിളിക്കുക, ഇന്ന ആൾ എന്നോട് വെട്ടുണ്ട് നിങ്ങളുടെ ബസ്സിലുള്ള. അപ്പോഴാണ് തപ്പി പിടിച്ച് നോക്കുമ്പോൾ സംഗതി ഇയാൾ കാണില്ല. അങ്ങനെ എന്ത് ചെയ്തു? അയാൾ വരുന്നവരേക്കും അവിടെ വെയിറ്റ് ചെയ്യാൻ നിലക്ക് എന്താ റമളാൻ കാലം ബുദ്ധിമുട്ടുകൾ, എവിടെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ, ഇയാളെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞ മരുഭൂമിയിലൊക്കെ കുടുങ്ങിയ എന്താ അതിന്റെ അലി നിസ്കരിക്കുന്ന പോയ മനുഷ്യനെ കൊണ്ട് പറ്റിയതൊക്കെ. അങ്ങനെ വിവരങ്ങളെ കെട്ടി കാത്തുനിന്ന് പിന്നെ കുറെ സമയമാണ് കാണുന്നില്ല, സമയം അമിതമായിട്ടും കാണുന്നില്ല. പിന്നെ അവസാനം ഈ മൂപ്പൻ എന്ത് ചെയ്തു? ഇവിടുന്ന് വേറെ ഏതോ ഒരു അറബിനെ മസ്കടിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്തു? വണ്ടി കയറി ഇവരെത്തന്നെ എന്റെ മക്കത്തെത്തി. ഈ സാധുക്കൾ മരുഭൂമിയിലാണ് കത്തിക്ക. അച്ചടക്കരാഹിത്യങ്ങളെ കൊണ്ടും ശ്രദ്ധ കുറവ് കൊണ്ടും യാത്രാ സംഘത്തിലുള്ള ആളുകൾക്കുള്ള കഷ്ടപ്പാടുകൾ ചിന്തിക്കാനാ. നമുക്ക് സംഭവിച്ചതല്ലെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് എന്ത് സംഭവിച്ചാല് വേദന തോന്നുകയോ വേദന പറയുകയോ ചെയ്താൽ അതിന്റെ മൂല്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. ഇന്ന് പുറപ്പെട്ട ആളുകൾ മുമ്പ് കാലത്തെ പോലെ അല്ല ഇപ്പൊ വാഹനം ഉള്ളത്. ഇന്ന് രാവിലെ അവിടുന്ന് പുറപ്പെട്ട നാളെ 24 മണിക്കൂർ കൊണ്ടിട്ട് ബോർഡർ പിടിച്ചുപോയി. ഇടയിലുള്ള ഇറങ്ങി താമസിക്കലും ഒന്നുമില്ലെങ്കിൽ മക്കത്തെത്തി. ഇടയിലുള്ള ഭക്ഷണം കഴിക്കലും നിസ്കാരവും ഇഹ്റാമൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരു 3-4 മണിക്കൂറിന്റെ ഒരു കുറവ്. അങ്ങനത്തെ വാഹനങ്ങളാ. അതേ സമയത്ത് ഇന്ന് പുറപ്പെട്ട് മറ്റന്നാ ജുമയും കഴിഞ്ഞ് രാത്രിയാണ് ഇവരവിടെ എത്തുന്നത്. അപ്പോഴേക്കും മറ്റാള് അവിടെ എത്തിയിട്ടുണ്ട്. എന്നാ ഉത്തരവാദിത്ത ബോധമുള്ള ആളാണെങ്കിൽ ഒന്നുകൂടി ഇങ്ങോട്ട് വിളിച്ച് പറയണ്ടേ, ഞാൻ ഇങ്ങനെ വണ്ടിക്ക് പുറപ്പെട്ടിട്ടുണ്ട്, ആ നിസ്കരിക്കാൻ പോയ ഉത്തരവാദിത്തം തന്നെ മൂപ്പർക്കുള്ളൂ. അതുപോലത്തെ ഒരാളാന്ന് വെച്ചോളി. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ലുഹാന്റെ വാതിൽ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ പോയ ആ ബുദ്ധി തന്നെ ഉള്ളൂ. അതുകൊണ്ട് യാത്രാ വേള വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്തു പോകരുത്. നിങ്ങളുടെ സുന്നത്തും ഔറാദുകളൊക്കെ ഈ യാത്ര തന്നെ ഏറ്റവും വലിയതായ ഒരു മഹത്തായ അമലാണ്. അതിനോട് ചേർന്ന് ഫർളായ അമലുകൾ എത്രത്തോളം മഹാന്മാരായ ആളുകൾ പറയുന്നു. നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതരുത്. ഖുൽയായുഹൽ കാഫിറൂനെയും ഖുൽഹുവല്ലാഹു അതിനെ പഠിച്ചത് മുസാഫിരിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൂറത്തായിട്ടാണ്. ചെറിയ സൂറത്തുകൾ. ചില ഇമാമികളൊക്കെ നിന്നിട്ട് വലിയ ആൾക്കാരായിട്ട് അവിടെ കയറി വലിയ സൂറത്തൊക്കെ ഓതിയിട്ട് അന്തസ്സായിട്ട് വിടുക. എന്നിട്ട് ഇങ്ങനെ ദിക്റും സുബ്ഹാനല്ലാഹൊക്കെ ഞാനിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ സമയമാണ് ഏറ്റവും വലുത്. ഇത് നിഷേധിക്കാനോ ഉപേക്ഷിക്കാനോ നിസാറാക്കാനോ വേണ്ടി പറയുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഓരോ അനുകൂലങ്ങള്, അവന്റെ നിഅമത്തുകള്, നാം പോകുന്ന ലക്ഷ്യമാണ് ഏറ്റവും വലുത്. യാത്ര സംഘത്തിൽപ്പെട്ടതായിരിക്കുന്ന ആരും ആരെ കൊണ്ടും കഷ്ടപ്പെടുകയോ വാഹനക്കാരന് ബുദ്ധിമുട്ടുണ്ടാവുക, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, നമ്മുടെ ആ അമൂല്യമായ ടൈമുകൾ നഷ്ടപ്പെടുക, ഇതൊന്നും സംഭവിക്കരുത്. അപ്പൊ അതുകൊണ്ട് ദിക്റും സലാത്തുകളും ഔറാദുകളൊക്കെ ഓതുന്ന ആളുകൾക്ക് ഓതാൻ ഒരു പ്രശ്നമില്ല. നടന്നാലും ഇരുന്നാലൊക്കെ ആവാലോ. അതെല്ലാം വളരെ ചുരുക്കിയെടുക്കുക. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നത് ഹാജിമാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ബാത്റൂമുകളിൽ ഉണ്ടാവാം, അതുപോലെ വാഹനങ്ങളിൽ ഉണ്ടാവാം, വെള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചുരുക്കിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യുക? പ്രത്യേകമായ സൗകര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു തന്ന സൗകര്യങ്ങളാ. വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വാഹനം കൊണ്ടുപോയി നിർത്തുമ്പോൾ ചില ആളുകൾ പറയും, ഇവർ എന്നും അർജുനൊക്കെ പോകുന്ന ആൾ, ഇവർക്ക് അറിയില്ല ഇന്ന സ്ഥലത്ത് ഇത്ര ബാത്റൂം ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് ഇത്ര സൗകര്യങ്ങൾ, അവിടെ കൊണ്ട് നിർത്തിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ ചാടികളി പോയി. അതൊന്നും നടക്കണമെന്നും പ്രായോഗികமான വിഷയങ്ങളുമല്ല. ഒരു ഹോട്ടലിൽ കയറിയാൽ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഭക്ഷണ സൗകര്യങ്ങളൊന്നും അപ്പോഴൊന്നും ചിലർ ചൂടാവുക. ഈ ഹോട്ടലിലാണ് അവിടെ നിർത്തിയത്, എത്ര ഹോട്ടലുകൾ, ഇവർ എന്ത് മണ്ടന്മാർ, അവർക്ക് ഇതൊന്നും അറിയില്ലത് എന്ന് തുടങ്ങിയ ഏർപ്പാടാ. പക്ഷെ ഇപ്പോഴൊരു കോലത്തിലായി നമ്മളൊക്കെയാണ് എവിടെ എത്തിയിരുന്നതാ. നമ്മളൊക്കെ അള്ളാഹുവിനെ ആക്കാതിരുന്നത് പടച്ചോൻ നമ്മളെ രക്ഷപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെയാണ് എവിടെ എത്തിയിരുന്നത് ഇതിന് മുമ്പ് എന്ന്. ഇതൊക്കെ നമുക്കുള്ള പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ക്ഷമ ഏത് സമയത്ത് ക്ഷമിക്കേണ്ട സമയത്ത് നമ്മൾ ക്ഷമിക്കാം. ഒരുപാട് കാലം നമ്മൾ ക്ഷമിച്ച് അവസാനം പറയാറുണ്ട്, ഞാൻ ഈ ക്ഷമയുടെ നെല്ലിപ്പടി എത്തി, ഇഞ്ഞിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പൊ ക്ഷമിച്ചിട്ട് ആദ്യം തലമുറകൾ പൊളിച്ചിട്ട് ആദ്യം ക്ഷമിച്ചൊക്കെ പോയില്ലേ. ക്ഷമ എന്ന് പറഞ്ഞാൽ അത് അന്ത്യം വരെ അന്ത്യപ്പെടാ. അത് ആ ക്ഷമിക്കേണ്ട കാര്യം അവസാനിക്കുമ്പോ തന്നെ അപ്പോഴല്ലേ നമുക്ക് ക്ഷമാന്റെ കൂലി കിട്ടുള്ളൂ. അതിന്റെ കൂലി ഉണ്ടാകും. ഒരു 10 കൊല്ലം ക്ഷമിച്ചു, 11ാമത്തെ കൊല്ലം പറഞ്ഞു ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അപ്പൊ ആ 10 കൊല്ലം മുതൽക്ക് ക്ഷമിച്ചതിന്റെ വെറുതെയൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ. ഇതാണ് എന്നെ പോലെയുള്ള പല ആളുകളുടെയും അവസ്ഥ. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ തന്നെയാണ്. ഇതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം എടുക്കരുത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സലാം കിട്ടിയ ഉടനെ തന്നെ കഴിച്ചിലായി ഓടുക എന്നുള്ളതൊന്നും അതിനർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ അവസാനിപ്പിച്ച് എല്ലാറ്റിനും റെഡിയും സ്റ്റഡിയും ഉണ്ടായിക്കൊണ്ടായിരിക്കണം നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന യാത്ര. ബാത്റൂമുകളിലൊക്കെ കയറിയാൽ
നമുക്കെന്ത് ചെയ്യാ, മഹാന്മാരായ ഫുഖഹാക്കൾ തന്നെ പറയുന്നു, ബാത്റൂമിൽ കയറി മനാഹാരം ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് ലന്നുണ്ടായാലും മതിയും, ശുദ്ധിയായി എന്ന് തന്നെ വേണ്ടുള്ളൂ, യക്കീന് വേണ്ടാൻ. ഞാൻ ശുദ്ധിയാക്കിയത് ഏകദേശം ശുദ്ധിയായി എന്നുള്ള ഒരു വിചാരം വാലിബാവുക, ഏകദേശം ശുദ്ധിയായിട്ടുണ്ട്. ശുദ്ധിയാവാതെ ശുദ്ധിയായി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അപ്പൊ ആകെ നാറി നാശമായി പോകും. ആ പദം ഉപയോഗിച്ച് പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ആ സ്ഥലം നിങ്ങൾ കൂടുതൽ ഇരുന്നിക്കേണ്ട സ്ഥലമല്ല, അത് മറ്റു ചില ആളുകളുടെ പാർപ്പിടങ്ങളാണ്. നിങ്ങൾ കയ്യേറി അവിടെ പാർത്താൽ അവരുടെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാകും. അതാരാ? അത് മഅ്വ ശയാത്തീനാണ് എന്നൊരു സാഹോദര്യ ബന്ധം കണക്കിലെടുത്തത് കൊണ്ടും അള്ളാഹു അവനക്കൊരു സഹായം അവർക്ക് നൽകും, ഉറപ്പാണ് ആ കാര്യത്തിൽ. എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെ. എല്ലാം എന്റേത്, ഞാൻ അവകാശപ്പെടുന്നത് എന്റെ കയ്യട്ടെ, എന്നിട്ട് മതി മറ്റതൊക്കെ, മറ്റവനെന്താവട്ടെ എന്ന് ചിന്തിക്കുന്നത് മുസൽമാന് പറ്റിയതും അനുയോജ്യവുമല്ല. അവൻ ഏത് സമയത്തും വിശാലമായ സ്വഭാവക്കാരനാവണം. നമ്മൾ പള്ളികളിലേക്കൊക്കെ ജുമാക്ക് വന്നാല് ആളുകളെ കാലുകളൊക്കെ അവന് വിരിച്ചിരിക്കും. മറ്റൊരു സഹോദരൻ വന്നാലേ അവനക്ക് ഒന്നുകൂടി ഒതുങ്ങി കൊടുത്താൽ ഇഷ്ടംപോലെ നിസ്കരിക്കാനൊക്കെ സ്ഥലം, പക്ഷെ നമുക്ക് മനസ്സ് വരുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിന് പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ സാഹചര്യം നിങ്ങൾക്ക് അറിഞ്ഞു കിട്ടിയാലും കൂടി അതിന്റെ അർത്ഥം. തഫസ്സഹൂ, നിങ്ങളൊന്ന് നേരെ ഇരുന്ന് ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്തോ എന്നാൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാണ്. ചിന്തിച്ചു നോക്കാ, നാട്ടിലുള്ള പള്ളികളിലും ഇവിടുത്തെ പള്ളികളിലൊക്കെ അവസ്ഥ. അതേ സമയത്ത് ഇതിന്റെ ഞാൻ ഈ പറഞ്ഞ ആയത്തിന്റെ ശരിയായിരിക്കുന്ന അർത്ഥത്തിന്റെ വിപരീതമായ പ്രവർത്തനം നമുക്ക് മക്കയിൽ ഹറമിലും മദീനയിലും ഒക്കെ പോയാൽ ചില സ്ഥലങ്ങളിൽ കാണാം. കാലക്കട് വിരുത്തിയിരുന്ന് വേറെ ആളൊന്നും സ്ഥലം കൊടുക്കില്ല, അപ്പൊ ഒന്നുകൂടി വീതി കൂടി. ബസ്സിലൊക്കെ അങ്ങനെ തന്നെ. ബസ്സിലൊക്കെ നമ്മൾ കയറിയാൽ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കമ്പി ഇങ്ങനെ പിടിച്ച് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. അവസാനം ഏതോ ഒരാൾ എഴുന്നേറ്റപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഇരുന്നപ്പോ കുറച്ചുകൂടി സ്ഥലം വെണ്ണം കുറഞ്ഞ തടി കുറഞ്ഞ ആളായതുകൊണ്ട് ലേശം സ്ഥലം. അപ്പൊ വേറെ ഒരു ചങ്ങായി വന്ന് അവിടെ ഒന്നും ചന്തി പറിക്കാൻ ചെന്നത്, വീട്ട് ആളുകണ്ട് വീട്ട് വിരിഞ്ഞവിടെ, എത്രയോ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് എന്നാൽ അതിന് മറ്റവനും പങ്കാവട്ടെ ശ്രദ്ധയില്ല. അപ്പോ പഠിപ്പിച്ചൊരു ഉസ്താദ് കയറിയിട്ടുണ്ട്, പരിചയമുള്ളൊരു ഉസ്താദ് ബേക്കെന്ന് കയറിയാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ വളരെ ഭക്തനായിട്ട് ഇങ്ങനെ അള്ളാഹനെ പേടിച്ചിട്ട് ഹോയിഫായിട്ടിരിക്കുക. ഇവിടേക്ക് നോക്കണം, അതാ ഇയാളെ കണ്ടാല് എന്താന്ന് അനങ്ങടി ഇരിക്കണോ എന്നേ ചോദിക്കണ്ടേ. ബസ് ഇറങ്ങിയതിന്റെ ഉസ്താദ് ഇതിലുണ്ടായിരുന്നില്ലേ, അള്ളാഹ് ഞാൻ കണ്ടേ. ഇന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ തെണ്ടികളെ, എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? നമ്മുടെ മനസ്സിന്റെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ഞാൻ അയാളെ കൊടുന്ന് അവിടെ ഇരുത്തണമെന്നോ അങ്ങോട്ട് സ്ഥലം കൊടുക്കണമെന്നോ ഒന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം. ഇതൊക്കെ പലപ്പോഴും നമ്മളെ പോലെയുള്ളതായിരിക്കുന്ന നിർഭാഗ്യവാന്മാരായ ആളുകൾക്ക് സംഭവിക്കുന്നതാ. അതുകൊണ്ട് മക്കയിലും മദീനയിലൊക്കെ പോകുന്ന സമയത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു സീറ്റ് പിടിച്ചപ്പോ പിന്നെ വന്ന ആൾ കുറച്ച് വൈകി, അങ്ങനെയൊക്കെ സംഭവിക്കാം. ചില ആളുകൾ എത്ര വൈകിട്ട് ഇതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല, വന്നപ്പോ അവന്റെ മടിയിൽ കയറി തലയിൽ കയറി അവൻ അങ്ങോട്ട് ചാടിക്കടന്നു, ഇങ്ങനെ ചാടിക്കടന്നു, അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. ചില ആളുകൾ വന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ അവരല്ലാതെ ആ സ്ഥലം നമ്മളവരുടെ പേരിൽ രജിസ്റ്ററായി കൊടുക്കാനൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ സ്ഥലമല്ല, അത് പറ്റൂലല്ലോ. നമ്മൾ വിചാരിക്കും ഇത് പിന്നെ കയ്യേറിയിട്ട് 10 സെന്റ് കയ്യേറാൻ വേണ്ടി വന്നാൽ കൊടുക്കില്ല. ഞാനത് മനസ്സിലാക്കിയിട്ട് കയ്യും കാലൊക്കെ വീതി കൂടിയിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ഒരു സഹോദരൻ അവിടെ എന്ത് ചെയ്യും, നമ്മൾ സ്ഥലം കൊടുത്താൽ അത് നമ്മുടെ പേരിലുള്ള സ്ഥലം കൊടുത്തത് പോലെയാണ്. അള്ളാന്റെ സ്ഥലമാണത്, അള്ളാന്റെ പള്ളിയാണ്. പക്ഷെ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് ഇവന് മാത്രം വീതി കൂടി ഇരിക്കാനേ അവിടെ സ്ഥലമുള്ളൂ, വേറെ എവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവൻ അവിടെ ഇടുക്കി സ്ഥലം കൊടുത്താൽ നമ്മുടെ പേരിലുള്ള ഭൂമി കൊടുത്ത കൂലിയാണ്. അതോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലാകുമ്പോ പിന്നെ പറയാനുമില്ല. വളരെ പ്രതിഫലമുള്ള കാര്യം, ലക്ഷമായ പ്രതിഫലം പ്രതീക്ഷിച്ചു വരുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ലക്ഷം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല എങ്കിലും ഔദാര്യമായിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അത് കൊടുത്തത് കാരണമായി നമുക്ക് നമ്മുടെ റിക്കാർഡിലൊക്കെ പതിഞ്ഞുപോയി. അതിനൊക്കെ വിശാലമായ നല്ല ഈമാനിന്റെ മനസ്സുകൾ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രത്യേകമായി സുന്നത്ത് നമസ്കാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ വളരെ വേഗതയിൽ പിന്നിലുള്ള ആളുകളൊക്കെ പരിഗണിച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി ഉളുണ്ടാക്കുന്നിടത്തും വെള്ളം പിടിക്കുന്നിടത്തും വെള്ളം എടുക്കുന്നിടത്തും അതുപോലെ സൗകര്യങ്ങളൊക്കെ ഇല്ലാത്ത ആളുകൾ, വിഷമിക്കുന്ന ആളുകൾ, രോഗികൾ, സ്ത്രീകൾ, പ്രായമുള്ള ആളുകൾ ഇവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പരിഗണിച്ച് വേണ്ട സഹായങ്ങളും ഒത്താശകളൊക്കെ വേണ്ടതുപോലൊക്കെ ചെയ്തു കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തുക, സഹായിക്കുക. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനെ പഠിപ്പിക്കുകയാണ്. സയ്യിദുൽ ഖൗമി, ഒരു കൗമിന്, ഒരു രാജ്യത്ത്, ഒരു ജനങ്ങൾക്കുള്ളതായ നേതാവ് ആരാണ്? ഖാദിമുഹും, അവരെ സേവകനാണ് നേതാവ്. സേവകനാണ് നേതാവ്, വലിയ യോഗ്യനാണ്, പ്രാപ്തനാണ്. പക്ഷേ അവർക്ക് സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് നേതാവായി ഒരു പാവപ്പെട്ട ഒരു സാധുവാണ്. അവന് ആരോഗ്യപരമായിട്ടും ഐശ്വര്യപരമായിട്ടും യോഗ്യത ഇല്ല എങ്കിലും എല്ലാ ജനങ്ങൾക്കും സേവനം ചെയ്യുന്നവനായതുകൊണ്ട് അവൻ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതായ നേതാവായി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇതൊക്കെ നമ്മുടെ യാത്രയിൽ വളരെ ആവശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഇബാദത്തുകളാവട്ടെ, അതുപോലെ മറ്റുള്ള ഉപയോഗ വസ്തുക്കളാവട്ടെ, വളരെ നമ്മൾ ആ വിഷയം ശ്രദ്ധിച്ചിരിക്കേണ്ടതാകുന്നു. പിന്നെ ഇനി യാത്രയിൽ ഉണ്ടാവാവുന്ന, നമുക്ക് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടതാകുന്നു. തയമ്മം ചെയ്യുക എന്നുള്ളത്. യാത്രയിൽ എപ്പോഴും നമുക്ക് തയമ്മം ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. രോഗം പിടിപെടൽ കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ തീരെ പറ്റാതെ വന്നു. രോഗം മൂർജിക്കും, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ആ രോഗം മാറിയാൽ വേറെ ഒന്ന് സംഭവിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, വെള്ളം ഉപയോഗിക്കേണ്ടതില്ല. ഇത് കുളി നിർബന്ധമായ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടതില്ല, നിസ്കരിക്കാൻ ഉളവും ചെയ്യേണ്ടതില്ല. അതുപോലെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു, അത് വെള്ളം തട്ടിയാൽ അത് എന്ത് ചെയ്യുന്നതാണ്, ഉളുവിന്റെ അംഗത്തിലാണ്. വെള്ളം തട്ടിയാൽ അത് ആ മുറി ഉണങ്ങുകയില്ല, അല്ലെങ്കിൽ പഴുത്ത് നാശമായി. ഇത് സ്വയമായിരിക്കുന്ന നിഗമനം കൊണ്ട് തെറ്റാത്തൊരു നിഗമന പരീക്ഷണ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാവുകയോ, അതല്ലെങ്കിൽ വിദഗ്ധനായിരിക്കുന്ന മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു ഡോക്ടർ പറയുകയോ ചെയ്യുക. മുസ്ലിം ആവുക എന്നുള്ളത് ഈ വിഷയത്തിലില്ല. പ്രദീപായ ഒരു ആദിരി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആവണമെന്നില്ല. പല പ്രാവശ്യം അയാൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിനോട് തുല്യമായ കാര്യത്തിൽ പറഞ്ഞത് ഒന്നും പിഴച്ചു പോയിട്ടില്ല. അയാളെ സംബന്ധിച്ചാണ് ആദിലായ ത്വബീബ് എന്ന് പറയുക. അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. അതല്ലെങ്കിൽ വെള്ളം തീരെ നമുക്ക് ലഭിക്കാതെ വന്നു, നമുക്ക് താമസിക്കുന്ന ഇവിടെ വരുന്ന പൈപ്പ് ലൈനുകൾ ഒരാഴ്ചക്ക് വെള്ളം തീരെ നമുക്ക് കിട്ടാത്തൊരു ഘട്ടം അങ്ങോട്ട് ഉണ്ടായി, അത് ദിവസങ്ങളോളം ഉണ്ടായി. അത് ഉറപ്പ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ഫഇല്ലം തജിദൂ മാഅൻ ഫതയമ്മമു, വെള്ളം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. ഫംസഹു, നിങ്ങൾ എന്ത് ചെയ്യാം, തയമ്മം നിങ്ങൾക്ക് ചെയ്യാം. ഫതയമ്മമു സഈദൻ തയ്യിബാ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും, നിങ്ങൾ ആ സഈദായിരിക്കുന്ന തയ്യിബായ മണ്ണ് നിങ്ങൾ ലക്ഷ്യമാക്കണം. അതായത് മണ്ണ് കൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടത് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ സഈദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിന് വ്യാഖ്യാനിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സഈദ് എന്ന് പറഞ്ഞാൽ മാ അലാ വജ്ഹിൽ അർള്, ഭൂമിയിലുള്ള മണ്ണല്ലാത്ത സാധനവും ആവാം എന്നാണ് തന്റെ അഭിപ്രായം. അത് നമുക്ക് നല്ലതാണ്. ഇഖ്തിലാഫുൽ അയിമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, ഇമാമികളുടെ ഭിന്നാഭിപ്രായങ്ങൾ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. ചില സമയത്ത് നമുക്ക് അത് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ കുറ്റക്കാരാവുകയില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ അതിന്റെ മുറ പോലെ നിർവഹിച്ചവരും ആകും. അതുകൊണ്ട് വെള്ളം ലഭിക്കാതെ വരിക എന്നതിന്റെ അർത്ഥം വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാലും ലഭിക്കാത്ത ഒരു സ്ഥാനമാണ് അവിടെയുള്ളത്. അപ്പൊ എല്ലാം അതിൽ ഉൾപ്പെട്ടല്ലോ. തയമ്മം ചെയ്യേണ്ടത് കുളിക്ക് പകരമായി തയമ്മം ചെയ്യുമ്പോഴും ഉളൂന് പകരമായി തയമ്മം ചെയ്യുമ്പോഴും എല്ലാം ചെയ്യേണ്ടത് ഒരു സ്ഥലത്താണ്, അതായത് മുഖത്തും കയ്യും മാത്രമാണ്. ഫംസഹൂബി ഉജൂഹിക്കും ഐദീക്കും എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം, തയമ്മം ചെയ്യണം. മണ്ണ് കയറി നിങ്ങൾ കരുതണം. ആ മണ്ണ് ലഹു തുറാബുൻ താഹിറാണ്, അതിന് ഗുബാറുകളുണ്ട്. അതായത് ചരലുകളോ പൂഴികളോ ആയാൽ പറ്റുകയില്ല. നല്ല മണ്ണ്, പൊടിയായ മണ്ണായിരിക്കണം. ആ മണ്ണുകളെ കൊണ്ട് ഇത് ശുദ്ധിയായ മണ്ണാവണം, താഹിറായിരിക്കുന്ന മണ്ണ്, നജസ് കലരാത്തതായിരിക്കുന്ന മണ്ണ്. ആ മണ്ണ് കൊണ്ടാവുക. അപ്പൊ സാധാരണ ഗോതമ്പത്തിന്റെ പൊടിയോ അരിയുടെ പൊടി അല്ലെങ്കിൽ വേറെയുള്ള പൊടികളൊന്നും പറ്റുകയില്ല, മണ്ണാവുക. ആ മണ്ണ് കൊണ്ടാവണം തയമ്മം. അതെന്തായിരിക്കണം, നിങ്ങളുടെ മുഖത്തും കയ്യിലും ആവണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം ഒരു വൃക്ഷമാണ് അതിന്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുക, തല്ലിയിട്ട് തയമ്മം ചെയ്യാം മുഖത്തും. പിന്നെ രണ്ടാമത്തതായിരിക്കുന്ന അടി കയ്യിലും എന്ത് ചെയ്യുക, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഈ കൈ തേക്കുക, രണ്ടാമത്തെ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതുമോ കഴിഞ്ഞാൽ തയമ്മായി. ഇപ്പൊ ഇയാൾ ആരായി, അയാൾക്ക് ഖുർആൻ ഓതാം, അയാൾക്ക് നിസ്കരിക്കാം, കേബൻ തവാഫ് ചെയ്യാം, എല്ലാം അയാൾക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അയാൾ ശരീഅത്തിന്റെ വീക്ഷണത്തിൽ ഈ കാര്യം നിർവഹിച്ചത് കൊണ്ട് അയാൾ മുത്തഹിറാണ്. ഒരു ഉളുണ്ടാക്കിയ ആൾക്ക് എന്തെല്ലാം പറ്റും, അതെല്ലാം ഇദ്ദേഹത്തിന് ജായിസാകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം അടുത്ത് വേങ്ങര എന്നാണ് എന്റെ ഓർമ്മ, ഒരു കണ്ണു കാണാത്തൊരു മുസ്ലിയർ ഹജ്ജിന് പോയി. വേറെ സംഘം ഉണ്ടായിരുന്നു. പക്ഷെ ഹറമിന്റെ ഉള്ളിൽ കടന്നപ്പോ ഇവര് പരസ്പരമായി ഇരുന്ന സ്ഥലങ്ങൾ മാറിയപ്പോൾ കൂട്ടം പഴിച്ചു. ഇയാൾക്ക് അവരെ കണ്ടുപിടിക്കാതെ കണ്ണില്ല, അവർക്ക് ഇയാളെയും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ നാട്ടിൽ നിന്ന് മഹാനായ ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, അവരുടെ അരികിൽ പോയ സമയത്ത് ഈ മുസ്ലിയാർ അവിടെ യാത്ര പറയാൻ വേണ്ടി, ഹജ്ജിന് യാത്ര പറയാൻ വേണ്ടി വന്നിരുന്നു. അവിടുന്ന് കണ്ണു കാണാത്ത ആളാണെങ്കിലും ദുആ കൊണ്ടുള്ള വസിയത്ത് പ്രകാരം പരിചയപ്പെട്ടു.
അങ്ങനെ ഇയാളെ ഞാൻ അറമിൽ വെച്ച് കണ്ടു. അപ്പൊ ഞാൻ അയാളെ കൈ പിടിച്ചു, സലാമൊക്കെ പറഞ്ഞു. ഇത് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒരു സംസാരിച്ചിട്ടും കൈ പിടിച്ചിട്ടുണ്ട്, ഒരു ഓർമ്മ എനിക്കുണ്ട്, എവിടുന്നാന്ന് എനിക്ക് ശരിക്കും വ്യക്തമാണെന്നാൽ ഞാനൊരു ബേജാറിലാണ്. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എന്നയാൾ പറഞ്ഞു. എന്താ ബേജാറായി? ഞാൻ 3 ദിവസമായി ഹറമിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞ പള്ളിയുടെ ഉള്ളിൽ, ഹറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ 34 കിലോമീറ്ററിനുള്ളിൽ എല്ലാ വീട്ടിലുള്ള നിസ്കരിക്കാൻ പോയ പള്ളിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് 3 ദിവസമായി. എന്താ കാരണം ചോദിച്ചപ്പോ കൂട്ടം തെറ്റിപ്പോയതാ വിഷയങ്ങളൊക്കെ ആൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ എവിടുന്നാന്ന്? ഭക്ഷണമൊന്നും പ്രശ്നമില്ല, ഞാൻ സംസം എല്ലാം കുടിക്കും. അപ്പൊ സംസമിലേക്ക് 2 ശക്തിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. വിശപ്പും ദാഹവും തീർക്കാനുള്ള ശക്തി അതിനുണ്ട്. പാല് എന്ന് പറയുന്ന സാധനം പോലെ വിശപ്പും ദാഹവും തീർക്കാനുള്ളതായ ശക്തി ഉണ്ടായതുകൊണ്ട് എനിക്ക് വിശപ്പും ദാഹം ഒന്നുമില്ല, അത് ഇഷ്ടം പോലെ കുടിക്കും. പിന്നെ നിങ്ങള് ബാത്റൂമിലൊക്കെ ഇങ്ങനെ പോലെ, അത് ഞാൻ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ആരെങ്കിലും കൈ പിടിച്ച് കൊണ്ടാക്കി കിണറ് കൊടുന്നു വരും, ഭാഷ ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ നിസ്കരിക്കല്? ഞാൻ പോകുന്ന സമയത്ത് ഉള്ളുണ്ടാക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഞാൻ ഹനഫി മദ്ഹബ് പ്രകാരം ഞാൻ ഇവിടെ തന്നെ അടിച്ച് തയമ്മം ചെയ്ത് നിസ്കരിക്കലാണ്. അയാൾക്ക് അറിവുണ്ടായത് കൊണ്ടും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മദ്ഹബ് പ്രകാരം അയാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞതെന്താ? അതൊരു റഹ്മത്താണല്ലോ. ഇഖ്തിലാഫുൽ അയിമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ. അല്ലാഹു തആല വലിയൊരു വിശാലമായ സൗകര്യം. പിന്നെ അയാൾ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്താ കാരണം? കൂട്ടം തെറ്റിപ്പോയ ബേജാറല്ല, ഇരുന്നാൽ അവിടെ പൈസ ആളുകൾ കൊടുന്നിടുക. കണ്ണ് കാണാത്ത ആൾക്ക് പൈസ ഇങ്ങനെ കൊടുത്തിട്ട് കൊടുക്കുന്ന കാലമായിരുന്നു അന്ന്. കണ്ണ് കാണാത്ത ആളെ കിട്ടിയാൽ മതി. കയ്യോ കാലോ കേടുള്ള ഒരാളുകൾ കയ്യും കാലും കൊത്തി മുറിച്ചിട്ടൊന്നും ഇപ്പൊ ആരും കൊണ്ട് പോയല്ലോ. പിന്നെ പോകേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല, ഇഷ്ടംപോലെ പൈസ കിട്ടും. അപ്പൊ ചില സമയത്ത് അത് ബുദ്ധിമുട്ടായി വരും. പോലീസോ കെട്ടാളൊക്കെ കണ്ടാലും വിഷമം തന്നെയല്ലേ. പിന്നെ ഇയാളെ ലക്ഷ്യം അതല്ല, പൈസ പിരിക്കലൊന്നല്ല, നല്ല ചാൻസ് ആണല്ലോ, ഇങ്ങനെ നടന്നാൽ മതിയല്ലോ, നല്ലൊരു മനുഷ്യൻ. അങ്ങനെ അയാൾ പറഞ്ഞു ഏത് ഭാഗത്തങ്ങൾ താമസിച്ചെന്നൊക്കെ പറഞ്ഞു ചുരുക്കം പറയാൻ ഞാൻ അയാളെ എന്ത് ചെയ്തു, അയാളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പണിയുണ്ട്, അതിനൊന്നും ഇപ്പൊ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ മണ്ണിന്റെ രൂപത്തിൽ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, യാത്ര പോകുന്ന ഹാജിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മണ്ണ് കൊണ്ടുപോകൽ സുന്നത്താണ്. ഞാൻ മുമ്പൂടെ ക്ലാസ്സിലെത്തി നിന്ന് ഈ സംഭവം പറഞ്ഞപ്പോ ഹാജിക്ക് മണ്ണ് കൊണ്ടുപോകൽ സുന്നത്താന്ന് പറഞ്ഞപ്പോ എത്രയെന്ന് പറയാൻ വിട്ടുപോയി. അങ്ങനെ ഒരാള് ഒരു ബാഗിന് വലിയൊരു പൊതിയൊരു 10 കിലോ ഉണ്ടാവും മണ്ണൊക്കെ. കാലങ്ങളൊക്കെ എന്നോട് ഞാൻ ഒരു ബാഗിന് ഒരു 10 കിലോ മണ്ണിടും, അത് മതിയാവില്ലേ? ഇവർക്കൊരു സംശയം, അത് പോരായി വന്നു. അപ്പൊ നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണ് പറഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് എത്ര വേണമെന്നൊന്നും അവർ ചിന്തിച്ചില്ല. ഏതായാലും കുറച്ച് മണ്ണ് കയ്യിൽ വെക്കൽ സുന്നത്തുണ്ട് ഏത് യാത്രക്കും, പ്രത്യേകിച്ച് ഹജ്ജിനും. അപ്പൊ മുഖത്തും തീയ കാലിലുമാണ് തടയുക. അപ്പൊ ജനാപത്ത് കുളിക്കൽ നിർബന്ധമായ ഒരു മനുഷ്യനാണെങ്കിലോ അതും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു റുക്സകളാണ്, വിട്ടുവീഴ്ചകളാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അള്ളാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാർഗങ്ങളാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു തആല ചെയ്തു തന്ന അനുകൂലങ്ങളും അവന്റെ കൽപ്പനകളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുന്നവരാവുക. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഉണർത്തുന്നത്. അപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ തേമ്മം ചെയ്യണമെന്നൊരു വകുപ്പുണ്ട്, അധികം ആൾക്കും തേമ്മം ചെയ്യാൻ അറിഞ്ഞോളുന്നില്ല. അപ്പൊ ശുദ്ധിയായിരിക്കുന്നതിന് മണ്ണ് നല്ല പൊടിയാക്കിയിട്ട് ഒരു പലകന്റെ മുകളിലോ അതിൽ നിരപ്പുള്ള സ്ഥലത്ത് കൊടുന്നു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നിബന്ധനത്താളായിരിക്കാം കേട്ടാ. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ വെള്ളം കിട്ടാതെ വരികയോ ഉള്ള വെള്ളം ഉപയോഗിക്കുന്നതിന് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളെന്ത് ചെയ്യുക, അങ്ങനെ അതിലെന്ത് ചെയ്യുക, കൈ കൊണ്ട് 2 കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഉള്ളം കൈയിന്റെ മുകളിലുള്ള മോതിരങ്ങളൊക്കെ നീക്കണം, കൈ തടയാൻ വേണ്ടിയിട്ട്. കൈ തടയുന്ന സമയത്ത് എന്തായാലും അത് നീക്കിയേ പറ്റുകയുള്ളൂ. ആ പൊടിയിൽ 2 കൈ കൊണ്ട് കടിച്ചിട്ട് എന്ത് ചെയ്യുക, നിസ്കാരം മലാലാവാൻ വേണ്ടി തേമത്തിന്റെ ഫർളിനെ ഞാൻ വിടുന്നു എന്ന് കരുതിയിട്ട് മുഖത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒറ്റ എല്ലായിടത്തും ഏകദേശം അതിന്റെ പൊടി എത്തുന്ന ഒറ്റ ഒരു തടയില. അപ്പൊ മുഖം കഴുകൽ കഴിഞ്ഞു. നിസ്കാരം മലാലാവാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ അശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ട് എന്ന് കരുതുക. പിന്നെ ആ കയ്യിലെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊട്ടിക്കളഞ്ഞതിന് ശേഷമായിട്ട് 2 കൈ നല്ല പരത്തി പൊടിച്ചിട്ട് 2 അടിയും കൂടി വീണ്ടും അടിക്കുക. അടിച്ചിട്ട് എന്ത് ചെയ്യുക, കയ്യെ ഈ ഇടത്തെ കൈ കൊണ്ട്, ഇടത്തെ കൈയിന്റെ ഈ തള്ളവരലുണ്ട്, സ്ത്രീകൾക്ക് കൂടെയുള്ള പുരുഷന്മാർ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ, അല്ലാതെ നമുക്ക് മറ്റേ കഴിയില്ലല്ലോ. പിന്നെ ഈ വരലെന്താ പറയാ, തള്ളാന്ന് പറഞ്ഞാലും തന്താന്ന് പറഞ്ഞാലൊക്കെ നടക്കണ്ടേ, ആണുങ്ങളെ വരുന്നത് തള്ളയത് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ഇതിങ്ങോട്ട് മാറ്റി പിടിക്കുക, ഒഴിച്ച് പിടിച്ചിട്ട് ഇതാ 2 വിരലും ഇങ്ങോട്ട് മാറ്റി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാണില്ല നിങ്ങള് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് അടിഭാഗത്തിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് തടഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഇടത്തെ കൈയിന്റെ ഈ തള്ള വിരല് എന്തായിരിക്കണം, വലത്തെ കൈയിന്റെ തള്ള വിരലിന്റെ മിത കണ്ടോ, ഇങ്ങനെ പോകുന്നു. ഇനി എന്ത് ചെയ്യാ, വലത്തെ കയ്യിൽ ഉണ്ടാവുന്ന മണ്ണ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാ, ഇങ്ങനെ പിടിച്ച്
ഇതാ പണി കഴിഞ്ഞ് തേമം ചെയ്ത് കഴിഞ്ഞ് ഈ പാളെന്തായി? വലിയ പരിശുദ്ധനായി, നിസ്സാരമുള്ള ഒരാളായി. മറ്റേ പള്ളിക്ക് വരാൻ പാടില്ല, അവിടെ പട്ടിയെ പോലെ പുറത്തു നിന്നോളണം. പട്ടിയുടെ മാതിരി ജനാപത്ത് വിളിക്കാത്ത ആൾ പുറത്തു നിൽക്കണം. നീ പള്ളി കിടന്നോ, നിസ്കരിക്കാം, കൈബന്ധമാപ്പ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അവർക്ക് അനുവദനീയമായി. പക്ഷേ ഒരു ഫറദിന് വേണ്ടി ഒരു ജായിസാവുകയുള്ളൂ. അതേ സമയത്ത് മയ്യത്ത് നിസ്കാരമാണെങ്കിൽ വിരോധമില്ല. ഒരു ഫറദ് കൊണ്ട് ഫറദ് നിസ്കരിച്ചാൽ അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ വിഷയമില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയും നിസ്കരിക്കാം. അതേ സമയത്ത് നേർച്ചയാക്കിയ നിസ്കാരം, ഞാൻ 2 റക്അത്ത് അല്ലാഹു തആലക്ക് നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് വേറെ തേമം തന്നെ ചെയ്യണം. പിന്നെ ഖത്തീബായിരിക്കുന്ന ഒരാളാണ് വെള്ളം കിട്ടാത്തത് കൊണ്ടോ ഉപയോഗിക്കാൻ തടസ്സമായത് കൊണ്ടൊക്കെ തേമം ചെയ്തെങ്കിൽ ഖത്തീബ് ഖുതുബക്ക് വേണ്ടി അയാൾ എന്താവണം? ഖുതുബക്ക് വേണ്ടി ഒരു തേമം. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പൊ മണ്ണക്കോടെ കൊടുന്ന് ശേഖരിച്ച് വെച്ചോളാണ്. പിന്നെ നിസ്കാരത്തിന് വേണ്ടി വേറെ ഒരു തേമം ചെയ്യണം. ഖുതുബ കഴിഞ്ഞ ഉടനെ തന്നെ നിസ്കരിക്കാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അതിന്റെ ഇടയിലുള്ള ഫസല് അത് വിരോധമുള്ളതല്ല. അതാണ് നമ്മുടെ ഖുതുബ. നമ്മൾ വിചാരിച്ച ഖുതുബല്ല. ഖുതുബ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രസംഗമായാൽ ഇവിടെ അത് ഊഹിക്കണില്ല. അപ്പൊ ഇതൊരു പ്രസംഗമല്ല, വലിയൊരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഒരു ശിആറാണത്. അതുകൊണ്ട് അത് ചെയ്തേ പറ്റുകയുള്ളൂ. എന്താണ് ചോദ്യങ്ങൾ? നേരം കളയുന്ന ചോദ്യങ്ങളാ? لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയും പിരിഞ്ഞു നിന്നുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. ബാഹിരും ബാത്തിനും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹലായ പദവികൊണ്ട് നമ്മയും മഹലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യാത്രയിൽ നമസ്കരിക്കേണ്ട രൂപങ്ങൾ നാം പഠിച്ചു, മനസ്സിലാക്കി. അതിന്റെ ശുറൂത്തുകളും അതിനോട് ബന്ധപ്പെട്ടതായ മറ്റു സുന്നത്തായ കാര്യങ്ങളെല്ലാം നാം പഠിച്ചു. തഖ്ദീമിന്റെ ജംഅ് അഥവാ ശേഷമുള്ള നിസ്കാരത്തിനെ മുമ്പുള്ള നമസ്കാരത്തിലേക്ക് ചേർത്ത് നിസ്കരിക്കുക. അതിന് എത്ര നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞത്? എത്ര ഷർത്തുകളാ? 3 ഷർത്തുകൾ, പ്രധാനപ്പെട്ട 3 ഷർത്തുകൾ. അതേതൊക്കെ? ഏതൊക്കെ 3 ഷർത്തുകൾ? ഒന്ന്, ജമാഅത്ത് നിസ്കരിക്കാൻ നിയ്യത്ത്. എപ്പോഴാ ചെയ്യേണ്ടത് നിയ്യത്ത്? തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് സലാം വിട്ടതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ ഓർമ്മ ഉണ്ടാവേണ്ടതാകുന്നു. രണ്ടാമത്തെ ഷർത്ത് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞ് ഇന്നലെ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലുള്ളൂ, അപ്പൊ അതിനെ മറന്നാ പറ്റുമോ? രണ്ടാമത്തെ ഷർത്ത് ആദ്യത്തെ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തവും നിർവഹിക്കുക. പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞില്ല. ഒന്നാമത്തത് ആദ്യത്തെ നിസ്കാരത്തിന്റെ സമയത്തുള്ള നിസ്കാരമായതുകൊണ്ട് ആദ്യം തന്നെ നിസ്കരിക്കണം. അത് നിർബന്ധമാകുന്നു. ളുഹറിലേക്ക് അസറിനെ മുന്തിക്കുമ്പോൾ ളുഹർ തന്നെ ആദ്യം നിസ്കരിക്കണം. മഗ്രിബിലേക്ക് ഇശാനെ മുന്തിക്കുമ്പോൾ മഗ്രിബ് തന്നെ ആദ്യം നിസ്കരിക്കണം. അങ്ങനെ 3 പ്രധാനമായ നിബന്ധനകൾ. അതേ സമയത്ത് ഇങ്ങോട്ട് ബന്ധിച്ച് ജമാഅത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര നിബന്ധന പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്? എത്ര എണ്ണം? 1 മാത്രം. അതേതാണ്? ആദ്യത്തെ നിസ്കാരത്തിന്റെ സമയം പുറപ്പെടുന്നതിൻ്റെ ഉള്ളിലായി ശേഷമുള്ള നിസ്കാരത്തിലേക്ക് അതിനെ പിന്തിച്ച് ജമാഅത്ത് നിസ്കരിക്കുകയാണ് എന്ന് കരുതുക. ആദ്യത്തെ നിസ്കാരം ആദ്യം തന്നെ നിസ്കരിക്കുക എന്നുള്ള കാര്യം പിന്തിച്ച് ജമാഅക്കുന്നിടത്ത് നിർബന്ധമില്ല. മഗ്രിബിനെ ഇശായിലേക്ക് ബന്ധിക്കുമ്പോൾ ആ ഇശ ആയതിന്റെ ശേഷം നിസ്കരിക്കുമ്പോൾ ആദ്യം ഇശ നിസ്കരിക്കുക, അതല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിക്കുക, രണ്ടും ആവാം, വിരോധമില്ല. അതുപോലെ ളുഹറിനെ അസറിലേക്ക് ബന്ധിക്കുമ്പോൾ ആദ്യം നിസ്കരിക്കുന്നത് അസറുമാവാം ളുഹറുമാവാം. അതുപോലെ ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ നിസ്കരിക്കുക എന്ന കാര്യവും നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് മറക്കരുത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യം ആവർത്തിച്ച് പറയുന്നത്. അതോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സുന്നത്ത്, ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കലൊക്കെ എല്ലാം സുന്നത്തുണ്ട്. പക്ഷേ 2 നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ ആദ്യത്തിന്റെ ബാങ്കും ആദ്യത്തിന്റെ ബാങ്കും ഇഖാമത്തും രണ്ടാമത്തിന്റെ ഇഖാമത്തും മാത്രം കൊടുക്കലേ സുന്നത്തുള്ളൂ. അതുപോലെ ഫർളിന്റെ മുമ്പും പിമ്പുള്ളതായിരിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ സാധിക്കുന്നതൊക്കെ നിസ്കരിക്കുക, അത് നല്ലതാണ്.
നാട്ടിലുള്ളതുപോലെ വളരെ പ്രബലമല്ല എങ്കിലും അത് ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നാം നമ്മുടെ ആ പതിവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. സുന്നത്ത് നിസ്കാരം എന്നുള്ളത് നിസ്കരിക്കാനുള്ളതാണ്, ഉപേക്ഷിക്കാനുള്ളതല്ല. അതൊക്കെ ശീലമില്ലാത്ത ആളുകളൊക്കെ ശീലാക്കണം. അതുകൊണ്ട് വളരെ പ്രതിഫലങ്ങളും അത് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന്റെ സമയമാകുമ്പോഴേ തിരികെയുള്ളൂ. അവസാനം ഒരു മനുഷ്യന്റെ അമല് ഷഹാദത്ത് കലിമ ഒഴിച്ച് രണ്ടാമതായി അവനോട് ആദ്യമായി ചോദിക്കപ്പെടുന്നത് ഓന്റെ നിസ്കാരത്തിനെ കുറിച്ചാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു അനി സ്വലാഹ് ബഅദ ഷഹാദ. ഷഹാദത്തിന്റെ ശേഷമായി ആദ്യം നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദ്യങ്ങളും നിസ്കാരത്തിനെയാണ് പരീക്ഷിക്കപ്പെടുന്നതും. അപ്പോ ആ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഒരുപാട് അപാകതവും പാൾട്ടുകളൊക്കെ നമുക്ക് വന്നേക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിന്റെ ആരും നമുക്കറിയാലോ. എന്തിനാണ് നിസ്കാരം ശറാക്കിയിട്ടുള്ളത്? അള്ളാഹുവിനെ മാത്രം ഓർക്കുന്ന ഒരു സമയം ജീവിതത്തിൽ അല്പസമയം ഉണ്ടാവാൻ വേണ്ടി. വളരെ കുറച്ച് സമയം കൊണ്ടുള്ളൂ. 5 വഖത്ത് നമസ്കാരത്തിന് കുറഞ്ഞ മിനിറ്റുകൾ കണക്കൂട്ടി നോക്കുമ്പോൾ അരമണിക്കൂർ സമയം ഈ 5 വഖത്ത് നിസ്കാരത്തിന് നമുക്ക് ആവശ്യം വരുന്നില്ല. ആ സമയത്തെങ്കിലും അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ ഒരു സമയം അതിൽ ഉണ്ടാവട്ടെ. ഇന്ന സ്വലാത്ത ലിദിക്രി. അള്ളാഹു പറയുന്നത് എന്നെ ഓർക്കാൻ വേണ്ടിയുള്ളതാണ് നിസ്കാരം. അപ്പൊ അള്ളാഹുവിനെ മാത്രം ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ചിന്തിച്ചറിയാം. അള്ളാഹിനെ മാത്രം ഓർത്തിട്ടുണ്ടോ നിസ്കാരത്തില്? അതെല്ലാം നമ്മൾ സാമ്പത്തികമായ ഓർമ്മകളും വീടും അതുപോലെ പരിസരവും നാടും കൂട്ടാളികളും കുടുംബാദികളും നമ്മുടെ സന്തതികളും സമ്പത്തുകളൊക്കെ ആയിരുന്നോ നമ്മുടെ ചിന്തയിൽ എന്ന് വെക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തിട്ടില്ലല്ലോ നമ്മള്. അപ്പോ ആ നിസ്കാരം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ ഹായിബായി പോവില്ലേ? ഇനി അള്ളാഹുവിന്റെ മഹളായ പതിൽ കൊണ്ട് ആ സമയം അതിനെ ഉപയോഗപ്പെടുത്തി ഒരു ആകൃതി അവനിൽ ഉണ്ടായില്ലേ എന്നതിനെ കുറിച്ച് നാം ഹബീബാ നബി തങ്ങൾ പറഞ്ഞു ചോദിക്കുമ്പോ ഇതിൽ വരുന്ന ഒരു പോരായ്മകൾ നികത്തേണ്ട ഒരു ആവശ്യം വരുമ്പോ വേറെ മലായിക്കത്തിനോട് അള്ളാഹു ചോദിക്കും, യാ മലായിക്കത്തി ഉൻറുറൂ ഹല്ലി അബ്ദി മിൻ നവാഫില. മലായിക്കത്തുകളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ, എന്റെ അടിമക്ക് വല്ല സുന്നത്തായ അമലുകൾ ഇതിനോട് ബന്ധപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടോ? മലായിക്കത്തുകൾ വരുതി നോക്കും. ശ്രദ്ധിച്ചു നോക്കുമ്പോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൽ പോരായ്മകൾ പരിഹരിക്കാൻ അതിനെ കൊണ്ടുവരും. ഇല്ല എങ്കിൽ ആ പരിഹാരം ഇല്ലാത്ത നിലക്ക് ആ കുറവുള്ള നിസ്കാരം അത് പരിഗണിക്കാതെ കണ്ട് അവനെ കൊണ്ടുപോകുന്നത് വേറെ ഒരു സംഘം മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് അവരെ ഏൽപ്പിക്കുന്നു. ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു വൽ ഇയാദു ബില്ലാഹ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് നമസ്കാരം ശീലമുള്ളവരാവണം. നിസ്കാരം എന്ന് പറയുന്നതിന്റെ വലിയ കാര്യം പരിശുദ്ധമായ ഖുർആനിൽ മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുകഅൻ സുജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാ. അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അവർ റുക്കൂ സുജൂദുള്ളതായ നിലക്ക് തറാഹും റുകഅൻ സുജദ അവര് സാജിദീങ്ങളും വാക്യങ്ങളുമായിട്ട് അവരെ കാണുന്നു. അപ്പോ ഇത് തന്നെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അറിയിപ്പാണ് അള്ളാഹുവിന്റെ. നിസ്കാരം എന്ന ഇബാദത്ത്, നിസ്കരിക്കുക എന്നുള്ളത് 2 അമല് കൊണ്ടാണ്. നിസ്കാരമാണ് വേർതിരിയുന്നത്. ഒരാളിങ്ങനെ കുറെ സമയം നിന്നത് കൊണ്ട് നിസ്കരിക്കാണെന്ന് പറയില്ല. അയാളിങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷേ അയാളിങ്ങനെ നിൽക്കുന്നു എന്ന് പറയാ കുറെ സമയം അയാൾ നിൽക്കും. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. നിസ്കരിക്കുക എന്ന് ധൈര്യമായി പറയാൻ നിവൃത്തിയില്ല. പിന്നെ നിസ്കാരത്തിൽ ഇരുത്തമാണ്. കുറെ സമയം ഒരാളിങ്ങനെ കിബിലാക്ക് തിരിഞ്ഞിങ്ങനെ ഇരുന്നു. വളരെ ഭക്തി നിർഭരമായ നിലക്ക് തന്നെയാണ് ഇരുത്തം. പക്ഷേ നിസ്കരിക്കുവാവാം. വേറെ വല്ല ചിന്തയോ വല്ല മാനസികമായ വിഷമങ്ങൾ കടന്നിട്ടോ അങ്ങനെ ആവാമല്ലോ. ഇങ്ങനെ വിഷമൊക്കെ കിടക്കുമ്പോൾ താടക്ക് കൈയോടത്തിന് ഇങ്ങനെ കണ്ണിന്റെ പോളൊക്കെ ഇങ്ങനെ ചിമ്പിയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇതുപോലുള്ള ഇരുത്താണ് എന്നും സംഭവിക്കാം. എന്നാൽ നിസ്കാരത്തിന്റെ അമലിന്റെ കൂട്ടത്തിൽ നിന്ന് അതൊരു നിസ്കാരമാണ് എന്നൊരു മുസ്ലിമിന് തോന്നാവുന്ന 2 അടയാളമാകുന്നു. അതാണ് അല്ലാഹു പറയുന്നത്, തറാഹും റുകഅൻ സുജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൂടെ പൂർണ്ണമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും മുഴുവനും അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു സംഘം ആളുകളാവുന്നത്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. അവരുടെ സ്വഭാവം തന്നെ കുഫാറുകളുടെ മേലിൽ ഇസ്ലാമിന്റെ വൈരാളികളും ശത്രുക്കളുമായിരിക്കുന്ന ആളുകളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് അവരുടെ സ്വഭാവങ്ങൾ സാധാരണ സ്വഭാവമല്ല. എത്ര വിനയമുള്ള ആളുകളാണ് സ്വഹാബികൾ. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. വളരെ നിശബ്ദരാണ്, വളരെ വിനയമുള്ളവരാണ്, വളരെ താഴ്മയുള്ളവരാണ്. പക്ഷേ കാഫിറുകളാകുന്ന ഇസ്ലാമിന്റെ പോരാളികളെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയും എതിർക്കാൻ വേണ്ടി വരുന്ന പ്രവർത്തനത്തിന്റെ മുമ്പില്
മഹാന്മാരായ സ്വഹാബികളുടെ സ്വഭാവം അശിദ്ധാവൂര് വളരെ സിദ്ധത്തുള്ളവരാണ്, വളരെ കടുപ്പവും ഗൗരവമുള്ളവരാണ്, ധീരന്മാരും ശൂരന്മാരും പരാക്രമികളുമാണ്. ഇസ്ലാമിന്റെ മുമ്പിൽ എതിർപ്പുകൾ വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന സ്വഭാവമില്ല. അതാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചത്. മലപ്പുറം ശുഹദാക്കള് അവരുണ്ടാക്കിയതായ പള്ളി, ഓലപ്പള്ളി, ഇന്നത്തെ പോലെ ടറസ് പള്ളിയല്ല, ഓട് പള്ളിയല്ല, മറ്റു പള്ളിയല്ല, ഓല കൊണ്ട് മേഞ്ഞതായിരിക്കുന്ന പള്ളിയുടെ ഓലയിൽ നിന്ന് ഒരു ഈർക്കളി ഊരിയാൽ ഇവിടെ ആ ഊരിയവന് വെറുതെ വെച്ചിട്ടില്ല എന്ന് പറയുകയും പറഞ്ഞ് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ അല്ലാഹു തിരിച്ചടിച്ചെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവർ പുലിക്കുട്ടികളായിട്ട് ഇന്നും അവർ ജീവിക്കുന്നു. മലപ്പുറം ശുഹദാക്കന്മാര് റളിയല്ലാഹു തആല അൻഹും, അള്ളാഹുവിന്റെ പൊരുത്തം അവർക്കുണ്ടാവട്ടെ. അതുപോലെയുള്ള ശുഹദാക്കളുടെ പൊരുത്തം കൊണ്ട് രണ്ടു വീട്ടിലും വിജയിച്ച മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് അവർ ശൂരന്മാര് എന്ന് പറഞ്ഞത്. നാട്ടിലൊരു സംഭവം പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ കേരളക്കരയിൽ നടന്നു പോയ സംഭവങ്ങളാ. അതാണ് അള്ളാഹു പറയും, വെറുതെ പോയിട്ട് കാഫിറിനെ പോയിട്ട് ആക്രമിക്കലല്ല, അമ്പലം പൊളിക്കലല്ല, അവന്റെ വിഗ്രഹം തകർക്കലല്ല, വെറുതെ പോകുന്ന കാഫിറിനെ പിടിച്ച് അടിക്കലല്ല. അതൊന്നും ഇസ്ലാമിയത്തല്ലോ. അത് ഇസ്ലാമിയത്താ. ഒരു കാഫിറിനെ പിടിച്ചതല്ല, കുറെ മുസ്ലിമീങ്ങളെ കൂടി വളഞ്ഞിട്ട് ഒരു കാഫിർ പോകുമ്പോൾ അതിനെ കൂടി വളഞ്ഞിട്ട് അടിക്കാം. ഇത് ഇസ്ലാമിയത്താ? അതൊക്കെ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളും അനിഷ്ട സംഭവങ്ങളാണ്. എത്രത്തോളം കാഫിർ ആരാധിക്കുന്ന ബിംബത്തിന് നമ്മൾ പരസ്യമായി അവന്റെ മുമ്പിലിട്ട് ആക്ഷേപിക്കാനോ ചീത്ത പറയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി അദ്വൻ ബിഗൈരി ഇൽമിൻ. അല്ലാഹു പറയുന്നത് കാഫിറുകളായിരിക്കുന്ന ആളുകളെയോ അവരെ വിഗ്രഹ വസ്തുക്കളെയോ നിങ്ങൾ ചീത്ത പറയരുതേ. മുഅ്മിനീങ്ങളെ, മുനാഫിക്കുകളോടല്ലല്ലോ നിർദ്ദേശം, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയാ. നല്ലവരായിരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ അവരൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഫയസുബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമിൻ, അവർക്ക് ഇങ്ങോട്ട് അള്ളാഹിനെ പറ്റി ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ സ്വഭാവ രീതികൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ അവരെ ബിംബഗ്രഹത്തിന് ഒന്നും പറ്റാത്തതായ കല്ലുകളും അതുപോലെ കരിമുട്ടികളും കുറിഞ്ചാത്തനും മരത്തിൻ്റെതായിരിക്കുന്ന വസ്തുക്കളൊക്കെ ഇല്ലേ, അതിനെ നിങ്ങൾ ചീത്ത പറഞ്ഞപ്പോൾ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവജ്ഞനും സർവശക്തനും അനന്തനും അതുല്യനുമായിരിക്കുന്ന അള്ളാഹുവിനെ അതിന്റെ കാര്യം അറിയാത്തതിന്റെ പേരിൽ ചീത്ത പറയാൻ നിങ്ങൾ കാരണമായി തീർന്നു. അപ്പൊ ഇങ്ങോട്ടും ചീത്ത പറയില്ലേ? അപ്പൊ അതുകൊണ്ട് അവരൊന്നും ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് നമ്മുടെ പള്ളി തകർക്കുവാനോ പള്ളി പൊളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം തകരാറാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന ഒരാളെ അക്രമത്തിന് കയ്യേറ്റത്തിന് വന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെ നമ്മുടെ ഇസ്ലാമിന് ബന്ധപ്പെടുന്ന വല്ല പ്രവർത്തനങ്ങൾ അവരിൽ സംഭവിച്ചാൽ സഹാബികളുടെ സ്വഭാവമാവുന്ന അസിദ്ദാഉൽ കുഫാർ. എന്നാലോ അല്ലാഹു പറയുന്നു റഹ്മാഉ ബൈനഹും, അവരുടെ പരസ്പരമായ ജീവിതങ്ങളോ നമ്മളെപ്പോലെ കലഹിക്കുന്ന ജീവിതമല്ല. നമുക്ക് ഈ ഇരിക്കുന്ന ഈ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയും ശാരീരികമായി എല്ലാവരും വളരെ ഒത്തൊരുമയിൽ പള്ളിയിലാ മജ്‌ലിസിലാണുള്ളത്. ഒന്നും കൂടി അടുപ്പിച്ചിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി അടുക്കും, വളരെ അടുപ്പം ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷേ മാനസികമായിട്ട് വളരെ അകലത്തിലാകുന്ന പലരും ഉണ്ടായിരിക്കാം. എന്താ കാരണം? അസൂയയാണ്, അഹങ്കാരമാണ്. അതുപോലെ ഭൗതികമായിരിക്കുന്ന പല നിലക്കുള്ള ദുർഗുണങ്ങളെ കൊണ്ട് അവരുടെ വിശാലമാവേണ്ട മനസ്സ് മാലിന്യമായി കുടുസായി കിടക്കുകയാണ്. സഹാബികളുടേതോ അതങ്ങനല്ല. റഹ്മാഉ ബൈനഹും, എന്തൊരു സ്നേഹമാണ് അവർക്കുള്ളത്, പരസ്പരമായ ബന്ധങ്ങള്. എന്തൊരു പ്രശ്നം വരുവാണെങ്കിൽ അവിടെ ഓടിയെത്തി അവനെ സഹായിച്ചു. ശരീരം കൊടുക്കേണ്ടടുത്ത് ശരീരം കൊടുത്തു, സമ്പത്ത് കൊടുക്കേണ്ടടുത്ത് അത് കൊടുത്തു, എന്തൊക്കെയോ കൊടുക്കേണ്ടത്. എന്തോ ഒരു സ്നേഹം. ഒരു ഉമ്മ പെറ്റതായിരിക്കുന്ന മക്കൾ പോലും ഇന്ന് കലഹിക്കാതെ ജീവിക്കാത്ത കാലഘട്ടത്തില് എത്രയോ നാട്ടുകാരായ പല നാട്ടുകാര് പരിശുദ്ധമായ മക്കായിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ എന്തൊരു ആദരവോടുകൂടെ സ്വീകരിച്ചിട്ട് അതാ എല്ലാവിധ സൗകര്യങ്ങളും അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ട് അവരുടെ സ്വഭാവങ്ങൾ പറയാം. ഈ സ്വഭാവമൊക്കെ ഉണ്ടായതോടുകൂടെ അവരാണെന്ന് നിങ്ങൾക്കറിയാൻ എന്താ കാണുക? അല്ലാഹു തആല അടയാളം പറയുന്നത് തറാഹും റുകഅൻ സുജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാ. അവർ നിങ്ങൾക്ക് വിശേഷ ഗുണങ്ങൾ റുക്കൂ സുജൂദ് ഉള്ളതായ ഒരു നിസ്കാര കർമ്മങ്ങളുണ്ട്. ആണ് നിസ്കാരത്തിനെ വേദിക്കുക. അർത്ഥം കൊണ്ടും വിരുത്തം കൊണ്ടും നിസ്കാരം വേർതിരിക്കില്ല. കുറെ സമയം ഇങ്ങനെ കുമ്പിട്ട് നിന്നു, പിന്നീട് അർത്ഥത്തിലേക്ക് വന്നു. പിന്നീട് ഏറ്റവും ബഹുമാനമുള്ളതായ ശരീരത്തിന്റെ ഒരു അവയവമാണ്, ഒരു അംഗമാണ് അവന്റെ മുഖം. അവന്റെ മുഖം, ആ മുഖത്ത് അങ്ങോട്ട് നോക്കിയാൽ ഹിറാസത്തുൽ മുഅ്മിനി ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനിന്റേതായ മുഖത്ത് നോക്കി പറയാൻ അറിയുന്നവർ പറഞ്ഞാൽ അത് ഏറ്റവും ഹക്കായ ഒരു ലക്ഷണമാണ്. അവന്റെ മുഖത്ത് നോക്കി അറിയാവും നല്ലവനാണ്, അതല്ലേ കള്ളനാണ്, അലി വഞ്ചകനാണ്. മോൻ വിചാരിച്ചതുപോലെയല്ല. നല്ല വെളുത്ത ശരീരമാണ്, നല്ല സുന്ദരനാണ്, സുമുഖനാണ്. പക്ഷേ സാലിഹ്യങ്ങളായ മഹാന്മാരായിരിക്കുന്ന ആളുകള് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതായ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ അവർ ലക്ഷണം പറഞ്ഞേക്കാം. പറഞ്ഞാൽ പറഞ്ഞത് കുറിക്കൊണ്ടു യാതൊരു സംശയങ്ങളും കാര്യത്തിലില്ല. അപ്പൊ മുഖം എന്ന് പറയുന്നത് മനസ്സാകുന്ന മറഞ്ഞു കിടക്കുന്ന വസ്തുവിലേക്ക് അറിയിക്കാവുന്ന ഒരു കണ്ണാടിയാകുന്നു.
മുഖത്ത് നോക്കിയാൽ അറിയാം നമുക്കൊന്നും അറിയില്ലല്ലോ. നമുക്ക് അറിയാത്തവരും ദോഷികളൊക്കെ നമുക്കത് നോക്കിയാൽ അറിയില്ല. നമ്മുടെ മുഖത്ത് നോക്കിയാൽ അവർക്കറിയാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ കെട്ടിരിപ്പുകൾ. എത്രയോ ആളുകൾ അങ്ങനെ പറഞ്ഞു, ഖുലൂബുൽ ആരിഫിന ലഹാ ഉയൂനു, അവരുടെ കൽബ് ഇങ്ങോട്ട് വിട്ടിട്ട് നോക്കിയാൽ അവരെ കണ്ണുകളെ കൊണ്ട് നോക്കും പോലെ അത്ര വലിയതായ ശക്തിയുള്ളതായ കണ്ണാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളതായ ആളുകളുടെ നിസ്കാരം അത് റുക്കൂ സുജൂദ് ഉൾപ്പെടെയുള്ള വേർതിരിക്കുന്ന 2 പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അവർ ഏറ്റവും വിശേഷപ്പെട്ട ആളുകളായത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലുണ്ട് സുജൂദ് ചെയ്ത കാരണത്താൽ ചില പ്രത്യേകമായ ആവർക്കും ചെയ്യാം. പക്ഷെ അതല്ല അവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചതായിരിക്കുന്ന ഈമാനിന്റെ പ്രഭകളാകുന്നു. നിസ്കാരത്തഴമ്പല്ല, നിസ്കാരത്തഴമ്പ് ചിലർക്ക് ഉണ്ടാവാം, ചില പ്രകൃതിയെ പെട്ടെന്ന് നിസ്കാരത്തഴമ്പ് ഉണ്ടാവും, ചിലർ എത്ര നിസ്കരിച്ചാലും ഉണ്ടാവുകയില്ല. അതല്ല നമ്മുടെ വിഷയം. അപ്പൊ അത്ര വലിയ യോഗ്യതയുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സഹാബികൾ എപ്പോഴും നിസ്കരിക്കുക എന്നും അതിനർത്ഥമില്ല. ഈ പരിശുദ്ധമായിരിക്കുന്ന പ്രവർത്തനം മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകൾക്ക് മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നാലെ നടന്നതായിരിക്കുന്ന സഹാബികൾ പഠിപ്പിച്ചു, നമുക്ക് കാണിച്ചു തന്നു. അത് ഏറ്റവും ഭക്തി നിർഭരമായ ഒരു പ്രവർത്തനമാണ്. സുജൂദ് എന്ന് പറയപ്പെടുന്ന ആ മഹത്തായിരിക്കുന്ന ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന മുഖം കൊണ്ടുപോയി ഭൂമി കുത്തി ഒരുപാട് സമയം അവിടെ വെക്കേണ്ട അറമനുസരിച്ച് അതിന്റെ പ്രകാരം വെച്ചു. അതിലവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സുജൂദ് എന്ന ദുആ എന്നാൽ ആ ദുആ ഉത്തരിക്കപ്പെടും. ഒരു മനുഷ്യനെ അവന്റെ അതിനേക്ക് അടുക്കാവുന്ന മാധ്യമങ്ങൾ വ്യക്തിത്വവും ആരാധന കർമ്മം കൊണ്ട് അടുക്കാവുന്നത് സുജൂദ് കൊണ്ടാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്രമികളായിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ ബദറിൽ കുടുങ്ങി അവരുടേതായ ആക്രമണ സഹാബത്തിന് പേടിയാവുമോ, അവരിൽ ആ കുടുക്കിൽ കുടുങ്ങിപ്പോവോ എന്ന് ഭയപ്പെട്ടപ്പോൾ, കാരണം അത്രമാത്രം ആയുധ സൗകര്യങ്ങളും ജന സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിരായുധരായിരിക്കുന്ന സഹാബികള്, ആരംഭായിരിക്കുന്ന സഹാബികള് ആരോഗ്യപരമായിട്ട് ക്ഷീണമാണ്, നോമ്പ് കാലമാണ്, വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിവില്ല, കഴിച്ചിട്ടുമില്ല. അതുപോലെ തന്നെയാണ് വാഹനമില്ലാതെ കാൽനടയായിട്ടും മറ്റൊക്കെ നടന്നെത്തി, ആയുധ സൗകര്യങ്ങളുമില്ല. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ബലപ്പെടുത്താനും വേണ്ടി ധൈര്യപ്പെടുത്താനും വേണ്ടി അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, റസൂലുള്ളാഹിക്ക് സംശയങ്ങളൊന്നുമില്ല, സുജൂദിൽ കിടന്ന് ദുആയിരുന്നു. സുജൂദിൽ കിടന്ന് ദുആന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഹയ്യുൽ ഖയ്യൂമായ പടച്ചവനെ ഞാൻ നിന്നോട് അഭ്യന്തരുകയാണ്. ബദർ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് എന്റെ അനുയായികളായ പാവപ്പെട്ടതായ മുസ്ലിമീങ്ങൾക്ക് വല്ല അപാകതകളും കേടുകളൊക്കെ സംഭവിച്ച് നാശനഷ്ടങ്ങളുണ്ടായാൽ ഭൂമിന്റെ മുകളിൽ ആരാധന കർമ്മം നടക്കപ്പെടുകയില്ല. തമ്പുരാനെ കൊണ്ട് രക്ഷ തരണേ, അല്ലാ സഹായം തരണേ എന്നിങ്ങനെ സുജൂദ് കഴിഞ്ഞതിന്റെ ശേഷമായി വീണ്ടും ഇങ്ങനെ ദ്വാരക്കുമ്പോൾ ബഹുമാനപ്പെട്ടതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് ഈ കാണുന്നത്? ഹബീബായ നബിയുടെ തലശർഫാക്കപ്പെട്ട കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പ്രവഹിക്കുന്നത് കാണാൻ വയ്യാത്ത വേദനയോടുകൂടെ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ പാലിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് അത്ര വലിയ മഹത്തായ സുജൂദ് ഉണ്ട് ഈ നിസ്കാരത്തിൽ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഫർളിന്റെ പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ ആരും ഉപേക്ഷിച്ചു പോകരുത്. അതൊക്കെ മുല്ലമാര് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ പ്രായമുള്ളവർ നിസ്കരിക്കട്ടെ. അല്ല, നിസ്കാരമൊന്നും ആരുടെ കുത്തകല്ല, മൂമിനീങ്ങൾക്ക് മേൽ ഫർളാക്കി നല്ല പറഞ്ഞാൽ മൂല്യമാരെ മേൽ നല്ല പറഞ്ഞിട്ടില്ലല്ലോ. മൂമിനീങ്ങൾക്കല്ലേ അള്ളാഹുത്തിനെ ഫർളാക്കിയത്. അപ്പൊ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചതായിരിക്കുന്ന ആളുകൾ ഫർള് നിസ്കരിക്കണം, അതിന്റെ ബേക്കലും മുമ്പുള്ളതായിരിക്കുന്ന സുന്നത്തുകളും നിസ്കരിക്കണം. അവസാന നിമിഷത്ത് ഒരു മനുഷ്യൻ മരിക്കാനുള്ളതായ ലക്ഷണമായിട്ട് ഏകദേശം മരിക്കുന്നു കാണുന്ന സമയത്തിനോട് അടുത്താൽ നിസ്കരിക്കാൻ വയ്ക്കുന്ന മനുഷ്യനാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ നിസ്കരിക്കേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ മനുഷ്യന്റെ ആധിപത്യം നന്നായി എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ സമയം വളരെ ഗൗരവമുള്ളതായ സമയമായതോ പ്രതിസന്ധി ആയതുകൊണ്ടും പലർക്കും കഴിയുകയില്ല. എന്നാൽ ആ നമസ്കാരത്തിനോട് ബന്ധപ്പെട്ടതായ ഒരു സുന്നത്തായ കർമ്മെങ്കിലും ചെയ്യട്ടെ, എന്നാൽ ഷഹാദത്ത് കലിമയ്ക്ക് സഹായമാകും. അതെന്താ? ബ്രഷ് ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക, ശഫീഉനാ റസൂലുള്ളാഹി. ചെറിയൊരു കാര്യമാണ്. മരിക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യുക, അയാൾക്ക് കഴിയുമെങ്കിൽ ആൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്തു കൊടുക്കുക, വല്ലൊക്കെ തേച്ചു കൊടുക്കുക. എന്തിനാ? ഈ ത്വയ്യിബത്തായ കലിമത്ത് ആ ശുദ്ധിയായ നാവ് കൊണ്ട് പറയട്ടെ. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമത്തുൻ ത്വയ്യിബത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്താ. അത് ഓതാൻ വേണ്ടി എന്റെ വായൊന്ന് വൃത്തിയാക്കട്ടെ. എത്ര പരിശുദ്ധനായിരിക്കുന്ന അള്ളാഹുവാണ് മനുഷ്യന്റെ നന്മക്ക് എന്തെല്ലാം പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്തൊന്നും ബ്രഷ് ചെയ്യുക. അങ്ങനെ അത് ചെയ്യാനുള്ളൊരു അവസരം അവനക്കുണ്ടായാൽ അതൊരു സുബലക്ഷണമാണ്. കലിമ ചെല്ലാൻ അവനക്ക് കഴിയും. വളരെ സൗകര്യമായി ഉച്ചത്തിൽ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നാവതിന് സഹായകരമാകും ഒരു സുന്നത്തായ ഒരു അമൽ ചെയ്തപ്പോൾ. അപ്പൊ സുന്നത്തായിരിക്കുന്ന അമല് അത് എടുക്കാനുള്ളതാണെന്ന് ഞാൻ പ്രത്യേകമായി നമസ്കാരത്തിന്റെ സുന്നത്തിനോട് ബന്ധിക്കുമ്പോൾ അതിനെ ഞാൻ ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ആണിനും പെണ്ണിനും എല്ലാം അത് വളരെ ആവശ്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിൽ നിന്ന് ഒരു ഭാഗം ആളുകളെ
ശത്രുക്കളായ മുനാഫിക്കീങ്ങള് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതായ വാശി പിടിച്ച് റസൂലുള്ളാഹിന്റെ അരിയിൽ ഖുർആൻ അറിയുന്ന കുറച്ച് ആളുകളെ തട്ടിക്കൊണ്ടുപോയി, വിളിച്ചുകൊണ്ടുപോയി, ക്ഷണിച്ചുകൊണ്ടുപോയി. അതൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് നബി തങ്ങൾക്ക് അല്ലാഹു തആല അതിന്റെ ആഖിബത്ത് ആദ്യമായി അറിയിച്ചു കൊടുത്തില്ല. ലോകത്തിന് സംഭവം പഠിപ്പിക്കേണ്ട കാര്യം അതിലുണ്ടായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി വഴിമധ്യേ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പോരാളികളും ശത്രുക്കളുമായ ആളുകൾ ഇവരോട് കൂടി ചേർന്നിട്ട് ഈ കപടന്മാരായിരിക്കുന്ന ആളുകളോട് ചേർന്ന് ഏകദേശം വരുന്ന കുറെ സഹാബികളെ ഒരു കൊന്നു. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബിയെ ഒരു കൊന്നു. അങ്ങനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് മുറിച്ചു. തലന്റെ ഉള്ളിലുള്ള തലച്ചോറുകളൊക്കെ നീളന്റെതായ ഓടുകൾ ഒരു തൊട്ടിയാക്കി ഒരു പാത്രമാക്കിയിട്ട് അതിൽ കല്ല് വാർ കുടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർക്ക് പരലോകത്തുള്ള ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ കള്ളുവാൻ വേണ്ടിയുള്ളതായ ശ്രമങ്ങൾ നടക്കുമ്പോഴതാ ശക്തിയായ രൂപത്തിൽ കടന്നലുകൾ കിടന്ന് അങ്ങനെ പൊതിഞ്ഞിട്ട് ആ എടുത്ത് തലമുറിച്ചതായിരിക്കുന്ന ആളുകളെ മുഴുവൻ കടല് കുത്തിയപ്പോൾ ആ തലച്ചോറും തലത്തൊട്ടിയും ശരീരം വേദ ഉപേക്ഷിച്ചുകൊണ്ട് തടി കിട്ടിയാൽ നയിച്ചു തിന്നാ നിലക്ക് ഓടുമ്പോഴേക്കും അതാ ശക്തിയായ ഒരു മഴ ഇങ്ങോട്ട് വരികയും ആ മഴ വന്നുകൊണ്ട് മഹാനായ ആസിം റളിയല്ലാഹുവിന്റെ ശരീരം ഒടുക്കപ്പെട്ടു പോയി, എവിടെയോ മറഞ്ഞുപോയി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബിയാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 30 വയസ്സ് പ്രായക്കാരനാണ്. തന്നെ അവർ പിടിച്ചു കൊണ്ടുപോയി ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബ്, നിന്നെ ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചു. അഥവാ നീ രക്ഷപ്പെടണമെങ്കിൽ മുഹമ്മദിന്റെ കെണിവേലിൽ നിന്ന് നീ ഒഴിവായി വന്നിട്ട് ഞങ്ങളുടെ മതത്തിൽ നീ ചേരണം, ഞാൻ നിന്നെ ഒന്നും കാട്ടുകയില്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു, ആ കാര്യം എന്നോട് നിങ്ങൾ പറയണ്ട. ഒരു കാരണവശാലും എന്റെ റസൂലുള്ളാഹിന്റെ ആശയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശം വിട്ട് കളിക്കുന്നതായ ഒരു നിലക്കുള്ള പെരുമാറ്റ സ്വഭാവങ്ങളും സെന്നിൽ സംഭവിക്കുകയില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് അതാ ശത്രുക്കളായ ആളുകൾ ഒരു വീട്ടിൽ കൊണ്ടുപോയി ആ വലിയ വീട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു അറയിലേക്ക് കടത്തിയിട്ട് ആ വീട്ടിലുള്ള സുന്ദരിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു 17കാരിയായ ഒരു പെണ്ണിനെ അതിന്റെ ഉള്ളിലേക്ക് ആക്കി എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന സൗമ്യവും സൗന്ദര്യമുള്ളതായ ആ പെണ്ണിനാക്കിയത് ആ വാതില് കഥകളൊക്കെ അടച്ചിട്ട് ദിവസങ്ങളോളം അടട്ട് പൂട്ടി ഇടക്കെല്ലാം റൂമ് തുറന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. ആ പെണ്ണിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ആ പാവപ്പെട്ടതായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ ഒരു പെണ്ണ് മാത്രം ഉണ്ടാകുന്ന പൂർണ്ണമായ സാഹചര്യങ്ങൾ അനുകൂലമാണ്. ശരീരമാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരമാണ്, പ്രായമാണെങ്കിലും അത് തന്നെയാണ്. എല്ലാവർക്കും ചിന്തിച്ചാൽ വളരെ മനസ്സിലാകുന്ന ഒരു കാര്യമാണല്ലോ. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമാണ് ആ ദിവസത്തിൽ അവിടെ താമസിക്കുമ്പോൾ. കാരണം അള്ളാഹുവിന് വേണ്ടി ഒറ്റക്കുള്ളതായ അറയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ ഇവിടെ പെണ്ണുണ്ടോ ഇവിടെ ആണുണ്ടോ ചിന്തിക്കാൻ വേണ്ടി ആദർശം അനുവദിക്കുന്നില്ല, ആദർശം സമ്മതിക്കുന്നില്ല. അവസാനമായിട്ട് ഒരു പരാജയപ്പെട്ടു. പെണ്ണിനോട് ചോദിച്ചു വിഷയങ്ങളൊക്കെ. ആ പെണ്ണ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇത് മനുഷ്യനാവുകയില്ല, ഇത് മലക്കായിരിക്കാം, മാനുഷികമായി യാതൊരു ശ്രദ്ധയും ഒരു ബന്ധവും ഈ പയ്യനിക്ക് ഇതിന്റെ ഭാഗത്തേക്ക് ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ഹുബൈബ് റളിയല്ലാഹുവിന്റെ ഈമാൻ പോക്കറ്റടിക്കാൻ വേണ്ടി ആശയം മാറ്റിയെടുക്കാൻ വേണ്ടി നീ എന്താണ് ചെയ്യുക? എല്ലാ അടവുകളും തോറ്റുപോയി. ഏറ്റവും അവസാനത്തെ അടവായിരുന്നു ഇത്. ആരും പെട്ടുപോകുന്നതായ ഒന്നാണ്. ഏത് മൊയ്യേറും തങ്ങളും ഹോജയൊക്കെ പെട്ടുപോകുമല്ലോ. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പകർന്നെടുത്തതായിരിക്കുന്ന ഈമാൻ എന്താ അവരുടെ മനസ്സിൽ സ്ഥലം പിടിച്ചത് കൊണ്ട് അവർക്കിത് കഴിഞ്ഞില്ല. കൊണ്ടുപോയി ഒഴിഞ്ഞതായ മരുഭൂമിയിൽ കൊണ്ടുപോയി വലിയതായിരിക്കുന്ന ഒരു തൂക്കുമരത്തിൽ കയറ്റിയിട്ട് ഹുബൈബ് റളിയല്ലാഹുവിന്റെ ചുറ്റുഭാഗത്തേക്കുള്ളതാ നിർത്തിയിട്ടതാ നാനാ ഭാഗത്തുനിന്ന് ശക്തിയായ കൂർത്തതായിരിക്കുന്ന മൂർച്ചമുള്ള അമ്പുകൾ ഇങ്ങനെ എറിഞ്ഞുവിടുകയാണ്. അത് മാറിലും നെഞ്ചിലും തലയിലൊക്കെ അമ്പുകൾ തറിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവസാനമായി ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബ്, നിന്നെ ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം ഇറക്കി വിട്ടുകൊണ്ട് നിന്നെ ഒഴിവാക്കി നിന്റെ കുടുംബത്തിലേക്ക് നീ സുരക്ഷിതമായി പോവാം. പക്ഷേ ഇതിന് പകരമായി നേതാവാകും മുഹമ്മദിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അഭിപ്രായം എന്താണ് ഹുബൈബ്? മഹാനായ ഹുബൈബ് അല്ലാഹു പറയാണ്, നിങ്ങൾ കുറിച്ചാലും ശരി എന്റെ നേതാവായ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഇതിന് പകരമായി ഒരു മുള്ളു പോലും തറക്കുക എന്നുള്ള ഹുബൈബിന് ഓർക്കാൻ പോലും സാധ്യമല്ല. വലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ബൈതി യുബാരികു അലാ സിൽവിൻ മുമസ്സഈ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വളരെ ധൈര്യമായിട്ട് പറയാണ്, വലസ്തു ഉബാലിഹി ഉഖ്തലു മുസ്ലിമാ, ഞാനൊരു മുസ്ലിമായിട്ട് തന്നെ ഘട്ടം ഘട്ടമായി നിങ്ങൾ മുറിച്ചാൽ എനിക്കത് പ്രശ്നമല്ല. വദാലിക ബിദാത്തിൽ ഇലാഹിയത് പടച്ചോന് വേണ്ടിയല്ലേ എന്നെ മുറിക്കപ്പെടുന്നത്. ഞാൻ നാളെ ആഖിറത്തിൽ ഉയർന്നമായ ഒരു പദവി മാത്രമാണ് എനിക്ക് ലക്ഷ്യമുള്ളത്. അപ്പൊ അവര് ചോദിച്ചു, ഹുബൈബേ, ഇനി നിങ്ങൾക്ക് വല്ലതും അവസാനമായി അന്തിമ അഭിലാഷമായി വല്ലതും പറയാനുണ്ടോ? ഞങ്ങളെല്ലാം പരാജയപ്പെട്ടു, നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പലതും പറഞ്ഞ അവിടെ നടക്കുമെന്നറിഞ്ഞാ, പക്ഷേ
അവസാനമായി ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ ശത്രുക്കളുടെ മുമ്പിൽ വെച്ചതാക്കുന്ന ഒരു ഉപാധി എന്തായിരുന്നു? ദഊനി ഉസല്ലി റകഅതൈനി, അല്ലയോ ആളുകളെ, ഞാൻ ഒരു 2 റക്അത്ത് സുന്നത്ത് എന്റെ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ഞാനൊന്ന് നിസ്കരിക്കാതിരിക്ക് നിങ്ങൾ അനുമതി തരുമോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വളരെ കാലുപിടിച്ച് താഴ്മയോടുകൂടെ ചോദിച്ചപ്പോൾ അതാ തൂക്കുമരത്തിൽ ഇറക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാനും വേണ്ടി അനുമതി കൊടുക്കുകയും ആ റക്അത്തിന്റെ വേളയിൽ വെച്ചുകൊണ്ട് അതാ പറയുന്നു, അല്ലാഹുവിനോട് ദുആ ഇറന്നുകൊണ്ട് ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ട് പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി ലാ വഹന യുബല്ലിഗുനി ബി അസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പാവിയായ ഹുബൈബിന്റെ സലാം എന്ന് പറഞ്ഞേൽപ്പിക്കാൻ ഞാൻ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ തമ്പുരാനെ. ഞാൻ നിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുമ്പോൾ എന്റെ കാര്യം നീ ഒന്ന് പരിഹരിക്കണേ അല്ലാ എന്നർത്ഥം കുറിക്കുന്നതായ ഒരു പ്രാർത്ഥന വന്നപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വാർത്തകളൊക്കെ അറിയിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം കണ്ടത് നിസ്കാരം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് പൊന്നു സഹോദരന്മാരെ, ഞാനടക്കമുള്ളവരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരാവുകയും പ്രത്യേകിച്ച് സുന്നത്തായ ഒരു നിസ്കാരവും നിങ്ങൾ ഉപേക്ഷിക്കരുത്. വളരെ ശ്രദ്ധയുള്ളവരാവണം. നാട്ടിലാകുമ്പോൾ സുന്നത്ത് നിസ്കരിക്കണം, വലിയ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കാരണം ഫർള് നിസ്കരിച്ചില്ലെങ്കിൽ ആളുകൾ ചോദിക്കും നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന്. സുന്നത്ത് ആരും ചോദിക്കാനില്ലാത്ത നിസ്കാരമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം അർപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ റഹ്മാനായ തമ്പുരാൻ നമ്മുടെ ഫർളിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് രക്ഷയും സമാധാനവും സംരക്ഷണമൊക്കെ തരും. അതിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി ഓർമ്മയിലുണ്ടാവുക. പിന്നെ നമസ്കാരത്തിന്റെ ശേഷമായി പിന്നീട് നമ്മൾ യാത്രയിൽ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തയമ്മം ചെയ്യാന്നുള്ളത് അതും നിങ്ങൾ ഏറെക്കുറൊക്കെ മനസ്സിലാക്കി. ഒരു ഫർള് കൊണ്ട് ഒരു തയമ്മം മാത്രമേ ജായിസാവുകയുള്ളൂ. മയ്യത്ത് നമസ്കാരമാണെങ്കിൽ ഒരു ഫർള് നിസ്കരിച്ചതിന്റെ ശേഷമായി മയ്യത്ത് നിസ്കരിക്കാം. പിന്നെ അതിന്റെ പുറമെ തയമ്മം ചെയ്യുന്ന ആളുകൾക്ക് സമയം കടന്നതിന്റെ ശേഷമേ തയമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ. ളുഹറിന് തയമ്മം ചെയ്യുന്ന ആൾ ളുഹർ ബാങ്ക് വിളിക്കണം, ളുഹറിന് സമയമാവണം. ബാങ്ക് വിളിച്ചാൽ ഇല്ലെങ്കിൽ സമയമാവണം. അതുപോലെ തന്നെയാണ് അസറും. ഏതൊരു നിസ്കാരമാണ്, ഏതിന് വേണ്ടിയാണോ തയമ്മം ചെയ്യുന്നത് ആ സമയമായിരിക്കണം, അപ്പോഴേ തയമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഒരു മുഅക്കത്തായ ഒരു പിന്നെ സുന്നത്തിന് വേണ്ടിയാണ് തയമ്മം ചെയ്യുന്നതെങ്കിൽ ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയമാവണം നിബന്ധന. കാരണം ഏതായിരിക്കുന്ന ഒരു റുഖ്സയാണ്, വളരെയധികം കൂടുന്ന സമയത്ത് അനുവദിക്കപ്പെട്ട ആ ഒരു റുഖ്സയായത് ആ സമയം അതിന്റെ ശേഷം അത് പറ്റുകയുള്ളൂ എന്നും കൂടി ഇതോടുകൂടെ കൂട്ടി മനസ്സിലാക്കുക. മസ്അല പറയുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളും സംശയമുള്ള കാര്യങ്ങളും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം. വെള്ളവും മണ്ണും ഒന്നും കിട്ടാത്ത സമയത്ത് ശാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാതെയും നിസ്കരിക്കാം, ഒന്നുമില്ലാതെയും നമുക്ക് നിസ്കരിക്കാം. അതായത് വെറുതെ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ നിസ്കരിക്കും പോലെ തന്നെ അവർ നിസ്കരിക്കുക, വെള്ളം മണ്ണൊന്നും കാത്ത് കണ്ടില്ല. പക്ഷേ സമയത്തിന്റെ ഹുർമത്ത് പാലിച്ചത് കൊണ്ടുള്ള നിസ്കാരമായതുകൊണ്ട് അത് ഫർള് പൂർണ്ണമായില്ല, കുറ്റത്തിൽ നിന്ന് സലാമത്താകുന്നു. പിന്നീട് വെള്ളമോ അതല്ലെങ്കിൽ മണ്ണോ കാണുകയാണെങ്കിൽ ആ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യണം, മടക്കി നിസ്കരിക്കും. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ പോകുന്ന ആളുകൾക്ക് കാരണവശാലും ഉണ്ടായില്ല, വെള്ളവുമില്ല, അതുപോലെ ഒന്നുണ്ടാകുന്ന സാഹചര്യങ്ങളും അവിടെ ഉണ്ടായില്ല. എങ്ങനെ പെട്ടെന്നാൽ എങ്ങനെയെങ്കിലും ആ സമയത്ത് ഒരു നിസ്കാരം നിർവഹിക്കാൻ ഉണ്ടാവുക, ഇരുന്നിട്ടോ നിന്നിട്ടോ ഒക്കെ കഴിയുന്നൊക്കെ മാതിരി. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പള്ളിയോ അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നിസ്കരിക്കാം. നമുക്ക് കോഴിക്കോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു പ്രശ്നമില്ല, ഇവിടെ കൊച്ചി പോകുന്ന ആളുകൾക്കും പ്രശ്നമൊന്നുമില്ല. വഴിയിൽ ഇഷ്ടം പോലെ അവിടെ ഇറങ്ങിയ പാടിന് ഇഷ്ടം നല്ല സുഖസുന്ദരമായ പള്ളികൾ നിസ്കരിക്കുന്ന ആളുകൾക്ക്, കേരളത്തിൽ ആ ഭാഗത്ത് പോകുന്ന ആളുകൾക്ക് മറ്റേത് ഭാഗത്ത് പോയാലും പള്ളി സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കാതെ കണ്ടവിടെ പോകുമ്പോഴാണ് പിന്നെ ചിന്തിക്കേണ്ടത്. പിന്നെ അവനെ ആന്തരികമായി അവനെ നിയന്ത്രിക്കാൻ ആരവന്റെ പിന്നാലുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നതായ സ്വഭാവം, ആ സ്വഭാവം ആർക്കും സംഭവിക്കരുത്, ഉണ്ടാവരുത്. പിന്നെ യാത്രയിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മിമ്മാ തഅമു ബിഹിൽ ബൽവാ വയഹ്താജു ഇലാ മഅരിഫത്തി സാലിക് തരീഖിൽ ലജി ഹുക്മ മൻ യമൂതു മഅഹും. ഒരു യാത്ര പോകുന്നതായിരിക്കുന്ന ആളുകൾ സാമാന്യമായി മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എവിടുന്ന് പോകുമ്പോഴാവാ, പഴയ കാലത്തുണ്ട് ആ കൂടുതൽ സംഭവിച്ചിരുന്നു. കൂടുതലും പഴയ കാലത്ത് പ്രായം കൂടിയ ആളുകളായിരുന്നല്ലോ മുമ്പൊക്കെ ഹജ്ജിന് പോയിരുന്നു നാട്ടിൽ നിന്നൊക്കെ. എത്രയോ കഴിഞ്ഞ് അവസാനം ഇനി ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല, എല്ലാ പരിപാടികളും കച്ചറകളും കൊള്ളയും കൊള്ളിയൊപ്പും ഒരുപാട് പോക്കിരിത്തരങ്ങളൊക്കെ കളിച്ചു. അവസാനം ഇനിയിപ്പോ ഇരുന്നിടത്തും കാര്യമില്ല, ഇവിടുന്ന് ഒക്കെ പിന്നാക്കം വെക്കുക, പല്ലൊക്കെ ഇങ്ങനെ ഓരോന്ന് പിളകി അതിങ്ങനെ സ്വയം പറഞ്ഞു വരിക, കാതിന്റെ കേൾവി കുറഞ്ഞു വരിക, കണ്ണിന്റെ കാഴ്ച, പിന്നെ പ്രമേഹം, പ്രഷർ, രോഗത്തിന്റെ ഗോഡൗണുകൾ ഇങ്ങനെ എന്ത് ചെയ്യുക വന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നേ മൂപ്പര് മനസ്സിലാക്കി ഇനിയിപ്പോ അല്ലാതൊന്നും നീളം വലിക്കണ പ്രശ്നമില്ല. കാരണം മുമ്പിലുള്ള ആളുകൾ ഇങ്ങനെ പോകുന്ന ഇങ്ങനെ കാണുക, പിന്നെ താഴെയുള്ളവരും പോകുന്നുണ്ട്, മൂപ്പരിന്റെ ഇടയിൽ കുടുങ്ങി. അപ്പൊ പിന്നെ മൂപ്പർക്ക് ഉറപ്പായി കഴിച്ചിലാവില്ല, പോണ്ടി വരും. പിന്നെന്നാ എല്ലാരും പറയുന്നത് പോലെ നമുക്കൊന്ന് നിസ്കരില്ല ഹജ്ജിനൊന്ന് പോവാ എന്ന് വെക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു.
ഹജ്ജ് ഫറലാക്കിയിട്ടുള്ളത് തന്നെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഇസ്തിത്വാഅത്ത് എന്ന് പറയപ്പെടുന്നത് ഇനി വിശദീകരിക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ആരോഗ്യം വേണം, ശരീരം കൊണ്ട് ചെയ്യുന്ന രണ്ട് ജാതിയാണ്. ഇസ്തിത്വാഅത്തും ബിന്നഫ്സും ബിൽ ഗൈറുമുണ്ട്. ബിന്നഫ്സ് എന്ന് പറയുന്നതിന് നല്ല ആഫിയത്ത് വേണമല്ലോ. അതൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. മുമ്പ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന അവരൊക്കെ ഇപ്പം മരിച്ചുപോയി. എങ്കിലും അവരുടെ വിശ്വാസങ്ങളും പ്രവൃത്തികളൊക്കെ നമുക്ക് ഒരു ചിന്തക്കും ഇബ്രത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു പാപ്പയും ഉമ്മാമയും ഭാര്യയും ഭർത്താവും കൂടി നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്നു. കുറെ പ്രായം അയക്കണ്, വേറെ ആരും കൂടെ ഇല്ലാതെ കണ്ട് ഒന്നും അറിയില്ല. ഒരു